പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 25 hours ഓൺലൈൻ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഫോർ കരിയർ കൗൺസിലേഴ്സ്, ഈ കോഴ്സിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു കരിയർ കൗൺസിലറിന് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളെക്കുറിച്ചാണ്. അത്യാവശ്യമായിട്ടും ഒരു നല്ല യോഗ്യനായ പ്രാപ്തനായ കരിയർ കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട ചില സ്കില്ലുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തത്. ഒരുപാട് ഉദാഹരണങ്ങളിലൂടെയും ഒരുപാട് കഥകളിലൂടെയും കേസ് സ്റ്റഡികളിലൂടെയൊക്കെയാണ് നമ്മളത് പരിശോധിച്ചത്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ടിവിറ്റി ടെക്നിക്സാണ്. ഒരു കരിയർ കൗൺസിലർക്ക് എങ്ങനെയാണ് തൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ഏറ്റവും ഉന്നതമായ നിലയിൽ കൊണ്ട് നിർത്തിയിട്ട് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? എങ്ങനെ നമുക്കിതിനെ നിർവചിക്കാൻ പറ്റും? നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രൊഡക്ടിവിറ്റി എന്ന വാക്കിന് നമുക്ക് എങ്ങനെ നിർവചിക്കാൻ പറ്റും എന്ന്. ഓക്കെ, പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ഒരു എസ്സേ പഠിക്കാൻ 3 മണിക്കൂർ സമയമെടുക്കുമെന്ന് വിചാരിക്കാം. തൊട്ടപ്പുറത്ത് വേറൊരു കുട്ടി 1 മണിക്കൂർ കൊണ്ട് 3 എസ്സേ പഠിച്ച് തീർക്കുന്നു കരുതുക. ഈ 2 പേരിൽ ആരാണ് പ്രൊഡക്റ്റീവ്? തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞ ആൾ തന്നെയാണ് പ്രൊഡക്റ്റീവ്. ഒരു കാര്യം ഒരു വ്യക്തിക്ക് ചെയ്തു തീർക്കാൻ 1 മണിക്കൂർ വേണം. അതേ കാര്യം മറ്റൊരു വ്യക്തിക്ക് ചെയ്തു തീർക്കാൻ 40 മിനിറ്റ് മതി എന്നുണ്ടെങ്കിൽ ആ 2 പേരിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ആൾ ഈ രണ്ടാമത് പറഞ്ഞ വ്യക്തി തന്നെയാണ്. കാരണം കുറ്റമറ്റ രീതിയിലായിരിക്കുകയും വേണം. അത് വേഗത്തിൽ ചെയ്തു തീർക്കുക, എളുപ്പത്തിൽ ചെയ്തു തീർക്കുക, എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ആ വർക്ക് എടുത്ത് ഭാരം താഴെ വയ്ക്കുക എന്നുള്ളതിനപ്പുറത്തായിട്ട് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട രീതിയിൽ നമുക്കതിനെ ചെയ്തു തീർക്കണം. അപ്പോൾ നമ്മുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം വി ആർ അച്ചീവിങ് അവർ ടാർഗറ്റ് വർക്ക്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലികൾ ചെയ്തു തീർക്കാനുള്ള കഴിവ്, അതല്ലെങ്കിൽ ഒരു നിശ്ചിത ജോലി ഉദ്ദേശിച്ചതിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാനുള്ള ഒരു കഴിവ്, അതിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവചനം നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഈ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചില ടിപ്സാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് പ്രൊഡക്ടിവിറ്റി എന്നതും ആ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചില പൊടിക്കൈകളുമൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു കരിയർ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ പ്രൊഡക്റ്റീവായിരിക്കണം. അയാൾ ഒരു തളർന്നു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു പക്ഷേ അയാൾ ടോട്ടലി എക്സോസ്റ്റഡ് ആയിരിക്കുന്നൊരു സമയത്താണ് ഒരു കുട്ടി അയാളുടെ സഹായം ചോദിച്ചു വരുന്നതെങ്കിൽ പുള്ളിയുടെ ആ ഒരു ക്ഷീണം, അദ്ദേഹത്തിൻ്റെ ആ മാനസികമായ ഭാരം, അല്ലെങ്കിൽ ആ ഒരു ഉറക്കച്ചടവ് ആ കുട്ടിയുടെ സർവീസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ കുട്ടിക്ക് അദ്ദേഹം നൽകുന്ന സേവനത്തിനെ അല്ലെങ്കിൽ ഉപദേശങ്ങളെ, മാർഗനിർദ്ദേശങ്ങളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കരിയർ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വയം ഏറ്റവും എഫിഷ്യൻ്റായ നിലയിൽ, ഏറ്റവും ഉയർന്ന മാനസിക നിലയിൽ, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ള ചില പൊടിക്കൈകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തേത്, സെറ്റ് യുവർ ഗോൾ വിത്ത് ടൈംലി ബ്രേക്ക് ഡൗൺസ്. നിങ്ങളുടെ ഒരു വലിയ ഒരു ലക്ഷ്യത്തിന്, അല്ലേ, ഗോളില്ലാത്ത മനുഷ്യരാരും ഉണ്ടാവില്ല. നമുക്കെല്ലാവർക്കും വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഒരു വലിയ ലക്ഷ്യമാണെന്ന് വിചാരിക്കുക. ആ ലക്ഷ്യത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വിഘടിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു ബുക്ക് എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പരീക്ഷയിൽ ഉന്നത വിജയം നേടലാണ് നിങ്ങളുടെ ഗോൾ. നിങ്ങൾക്കൊരു PhD എടുക്കലാണ് നിങ്ങളുടെ ഗോൾ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് സംരംഭം തുടങ്ങലാണ് നിങ്ങളുടെ ഗോൾ എന്ന് വിചാരിക്കുക. അതിനാവശ്യമായിട്ടുള്ള മൊത്തം ഘടകങ്ങളെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഇൻഡിവിജ്വൽ ടാസ്കുകളാക്കി മാറ്റുക. എന്നിട്ട് ആ ഓരോ ടാസ്കിലും നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ഓരോ ഇൻഡിവിജ്വൽ ടാസ്കിലും നിങ്ങൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഉദ്ദേശിച്ച സമയത്തിനേക്കാളും പെട്ടെന്ന്, അതും വളരെ എഫിഷ്യൻ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലേ?
അപ്പം നിങ്ങളുടെ ഗോൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മൈൻഡിലൊന്ന് ആലോചിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഇല്ലാണ്ടിരിക്കില്ല. കാരണം ഗോൾ ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നത് സോൾ ഇല്ലാത്ത ശരീരം പോലെയാണ്, അല്ലേ? ആത്മാവില്ലാത്ത ശരീരങ്ങളായി നടക്കാൻ നമുക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ആത്മാവില്ലാത്ത ശരീരം എന്ന് പറയുന്നത് മൃതശരീരമാണ്, അത് ജഡമാണ്. ആ ജഡാവസ്ഥയിൽ കഴിയാനോ ആ ജഡാവസ്ഥയിൽ മുമ്പോട്ട് പോകാനോ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഗോളെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടായിരിക്കണം, നമ്മുടെ ജീവിത ലക്ഷ്യമായിട്ടുള്ള ഒരു ഗോൾ. കാരണം നമ്മളെല്ലാവരും തന്നെ കുട്ടികളെ അവരുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് കൈപിടിച്ച് നടത്താൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായിട്ട് ഇറങ്ങി തിരിച്ച ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള കുട്ടികളെ നയിക്കുന്ന വ്യക്തികൾ നിലയ്ക്ക് നമ്മൾ അവർക്ക് റോൾ മോഡൽ ആവേണ്ടതുണ്ട്. നമുക്ക് തന്നെ ഒരു ഗോൾ, ഒന്നോ അതിൽ കൂടുതൽ ഗോളുകൾ നമുക്കുണ്ടായിരിക്കണം. ഇവിടെ നിങ്ങൾ ഒരു ഗോൾ എടുത്തിട്ട് ആ ഗോളിനെ നിങ്ങൾ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് വിഭജിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു പുസ്തകം എഴുതണം എന്നാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്നിപ്പോൾ മാർച്ച് 8-ാം തീയതിയാണ്. ഈ മാർച്ച് 8-ാം തീയതി നിങ്ങളുടെ ബർത്ത്ഡേ ആണെന്ന് കരുതുക. അടുത്ത മാർച്ച് 8-ാം തീയതി നിങ്ങളുടെ അടുത്ത ബർത്ത്ഡേ. ഇതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു പുസ്തകം, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് നല്ല പ്രാവീണ്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായ ഒരു പുസ്തകം എഴുതാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് നിങ്ങളുടെ ആത്മകഥ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈജ്ഞാനിക സാഹിത്യമായിട്ടുള്ള പുസ്തകമായിക്കോട്ടെ, സാഹിത്യ പുസ്തകമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. പക്ഷേ നിങ്ങൾ തീരുമാനിച്ചു ഒരു പുസ്തകം എഴുതണമെന്ന്. അപ്പോൾ നിങ്ങളുടെ ഗോൾ എന്താണ്? അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളൊരു പുസ്തകം ഇറക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ. അതിന് നിങ്ങളൊരു ഡെഡ് ലൈൻ നിശ്ചയിക്കുന്നുണ്ട്. എന്താണ് ഡെഡ് ലൈൻ? അത് ഇത്രയേ ഉള്ളൂ. മാർച്ച് 8, 2025 മാർച്ച് 8 ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത പിറന്നാളിന് മുമ്പായിട്ട് ആ പുസ്തകം മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കും, അത് വായനക്കാരുടെ കൈകളിലേക്ക് എത്തിയിരിക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ആ ഒരു വലിയ ലക്ഷ്യം, മാർച്ച് 8, 2025 മുമ്പ് നിങ്ങളുടെ പുതിയ പുസ്തകം ഇറങ്ങുന്നു എന്ന ആ ഒരു വലിയ ലക്ഷ്യത്തിനെ നിങ്ങൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നിങ്ങൾ വേർതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ബുക്ക് എഴുതണമെങ്കിൽ ആദ്യം എന്ത് വേണം? നമ്മൾ അതിൻ്റെ കോണ്ടൻറ്റ് തീരുമാനിക്കണം. ഓക്കെ, അപ്പോൾ അതൊരു ടാസ്ക്. നെക്സ്റ്റ്, ആ കോണ്ടൻറ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം. ഓക്കെ, അപ്പോൾ ഡാറ്റ കളക്ഷൻ രണ്ടാമത്തെ ടാസ്ക്. പിന്നെ നമ്മൾ അത് വെച്ച് നമ്മൾ എഴുതി തുടങ്ങണം. പുസ്തകത്തിൻ്റെ ആ കോണ്ടൻറ്റ് നമ്മൾ എഴുതി തുടങ്ങണം. അത് മൂന്നാമത്തെ ടാസ്ക്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമ്മൾ തയ്യാറാക്കി ഒരു ഷേപ്പിലെത്തിക്കണം. ഓക്കെ, അത് നെക്സ്റ്റ് ടാസ്ക്. അത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട 1-2 പേർക്ക് വായിക്കാൻ കൊടുത്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് കറക്ഷനൊക്കെ എടുത്ത് ഇമ്പ്രൂവ് ചെയ്യാണ്ടെങ്കിൽ ഇമ്പ്രൂവ് ഒക്കെ ചെയ്ത് ഒന്ന് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് മിനുക്കുപണി ചെയ്ത് രാഗി മൂർച്ച കൂട്ടിയെടുക്കണം. അത് അടുത്ത ടാസ്ക്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു. ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ ഒരു നിർദ്ദേശങ്ങളുടെ ഫലത്തിൽ നമ്മൾ അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു. അത് നെക്സ്റ്റ് ടാസ്ക്. അത് നമ്മൾ പബ്ലിഷർക്ക് അയക്കുന്നു, പബ്ലിഷർ റിവ്യൂ ചെയ്ത് നമുക്ക് തിരിച്ചു തരുന്നു. അത് അടുത്ത ടാസ്ക്. അതിനുശേഷം ആ ബുക്ക് പബ്ലിക്കേഷൻ പ്രക്രിയയിലേക്ക് കടക്കുന്നു. അത് അടുത്ത ടാസ്ക്. അതോടുകൂടി ആ പുസ്തകം പുറത്തിറങ്ങി അതിൻ്റെ ഒരു പ്രകാശനകർമ്മം നടക്കുന്നു. അത് അടുത്ത ടാസ്ക്. അത് മാർക്കറ്റിംഗ് ചെയ്യപ്പെട്ട് എല്ലാ കടകളിലേക്കും എത്തുന്നു, വായനക്കാർ വായിക്കുന്നു. ഓക്കെ, അത് നെക്സ്റ്റ് ടാസ്ക്. അപ്പോൾ ഇങ്ങനെ പല ടാസ്ക്കായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഓരോന്നിനും നമ്മൾ സമയം കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ, എന്ത് കോണ്ടൻ്റാണ് വേണ്ടത് ബുക്കിന് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു, അല്ലേ? അതിന് നമ്മൾ ഒരു സമയം കാണണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു വർഷം കൊണ്ട് ഒരു ബുക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ 6 മാസം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കോണ്ടൻറ്റ് എന്താണെന്ന് ഒരു തീരുമാനത്തിൽ എത്തുന്നില്ല. അത് ശരിയല്ല. നമ്മൾ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 മുതൽ 10 ദിവസത്തിനുള്ളിലായിട്ട് നമ്മൾ തീരുമാനിക്കണം നമ്മൾ എന്ത് വിഷയത്തെ അധികരിച്ചിട്ടാണ് നമ്മൾ കോണ്ടൻറ്റ് എഴുതാൻ പോകുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ കോണ്ടൻറ്റ് റിസർച്ച് അടുത്ത ടാസ്ക്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു സമയം നമ്മൾ കാണണം. ഫോർ എക്സാമ്പിൾ, ഒരു 10 മുതൽ 20 ദിവസം നമ്മൾ ഇതിൻ്റെ കോണ്ടൻറ്റ് സ്വന്തമായിട്ടുള്ള റിസർച്ച് വർക്കിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു. പിന്നെ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസം സമയം കാണുന്നു. ഓക്കെ, ആ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ 10 ദിവസം സമയം നമുക്ക് ഈ ഓൾറെഡി നമ്മൾ തയ്യാറാക്കി നിർത്തിയ 1-2 പേർക്ക് ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കൊടുത്ത് വായിപ്പിച്ച് കറക്ഷൻ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം നമ്മൾ കാണുന്നു. ഓക്കെ, ഒരു 10 ഡേയ്സ് കാണുന്നു. ഓക്കെ, അവർ പറയുന്ന കറക്ഷൻസ് ഒക്കെ ചെയ്ത് അത് വീണ്ടും പുസ്തകം ഒന്നും കൂടി റെഡിയാക്കി മിനുക്കുപണിയൊക്കെ ചെയ്ത് അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ നമ്മൾ വീണ്ടും ഒരു 20 ഡേയ്സ് നമ്മൾ കാണുന്നു. അത് നമ്മൾ ഈ പബ്ലിഷർക്ക് അയച്ചു കൊടുക്കുന്നു. പബ്ലിഷർ എന്തായാലും ഒരു 1-2 മാസം സമയം എടുക്കും ഇത് വായിച്ച് നോക്കി. അവർ റിവ്യൂ കമ്മിറ്റി അതിനെ അവലോകനം ചെയ്ത് ഇത് പ്രസിദ്ധീകരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കണം. അപ്പോൾ 2 മാസം നമ്മൾ മിനിമം കാണണം. ഓക്കെ, അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ ഇത്രയും സമയമായപ്പോഴത്തേക്കും ഏകദേശം ഒരു 6 മാസത്തിൻ്റെ അടുത്തായി എന്ന് സങ്കല്പിക്കുക. ഓക്കെ, 6 മാസം കഴിയുമ്പോഴാണ് പബ്ലിഷറിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നത് പുസ്തകം നമുക്ക് മുമ്പോട്ട് പോകാം, പബ്ലിഷ് ചെയ്യാന്നുള്ളത്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ നടന്നോളുന്നില്ല. അതിൻ്റെ മറ്റു ടാസ്കുകളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് അതിനൊരു അവതാരിക വേണം. നല്ലൊരു ഫേമസ് ആയിട്ട് ഒരാളെ കൊണ്ട് അവതാരിക എഴുതിക്കണം. അപ്പോൾ അത് നമ്മൾ ഒരു ടാസ്ക്കായിട്ട് കാണണം. അത് നമ്മളൊരാളെ ഏൽപ്പിക്കണം. അദ്ദേഹം നമ്മുടെ ഈ മാനുസ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് നല്ലൊരു അവതാരിക എഴുതി തരുന്നു. അതിനൊരു മാസം സമയം എടുക്കും.
സൈമിൾട്ടേനിയസ്ലി ഇവിടെ എന്ത് ചെയ്യുന്നു, പബ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള മറ്റു വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ DTP വർക്കുകൾ, അതിൻ്റെ മറ്റു പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഇങ്ങനെ ഓരോ ജോലിയായി നമ്മളിങ്ങനെ സമയാസമയങ്ങളിൽ ഇങ്ങനെ തീർത്ത് പോവുക. ഓരോ ജോലിക്കും ഒരു ഡെഡ് ലൈൻ വെക്കുക. ഓക്കെ, നമ്മൾ മൊത്തം ടാസ്കിന് ഈ പറഞ്ഞ പോലെ March 8 എന്ന് നമ്മളൊരു ഡെഡ് ലൈൻ വെച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻഡിവിജ്വൽ ടാസ്കുകൾക്കും ഒരു ഡെഡ് ലൈൻ വെക്കണം. ഇത്ര ദിവസത്തിൽ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന March 8 മുമ്പ് തന്നെ നമുക്ക് ഈ പുസ്തകം മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മൊത്തം ഒരു വലിയ ലക്ഷ്യത്തിനെ നമ്മൾ ചെറിയ ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നിനും നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുത്ത് വളരെ ആധികാരികമായിട്ട് വളരെ ആത്മാർത്ഥതയോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. ആ ഒരു വർക്കിൻ്റെ ഒരു ക്വാളിറ്റിയും വർദ്ധിക്കും. നമ്മൾ ആ ചെയ്ത ബുക്ക് നല്ലൊരു ക്വാളിറ്റിയുടെ ഒരു ബുക്കായിട്ട് വരും. അല്ലെങ്കിൽ അത് ഈ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തില്ല, ആ കാലാകാലം ആ പുസ്തകം ഇറക്കുക എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നമായി അവശേഷിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സെറ്റ് യുവർ ഗോൾ വിത്ത് ടൈംലി ബ്രേക്ക് ഡൗൺസ്. ഒരു ഗോൾ നിശ്ചയിക്കുക, അതിന് ടൈംലി ബ്രേക്ക് ഡൗൺ കൊടുക്കുക. അതിന് ഓരോ സംഭവങ്ങളും നമ്മൾ എപ്പോൾ തീർക്കും എന്ന് പറഞ്ഞിട്ട് ടോട്ടാലിറ്റിയിൽ വരുന്ന സമയത്ത് അത് ഒരു വലിയ വർക്ക് നമ്മൾ ഇത്ര ദിവസങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ബി വെൽ ഓർഗനൈസ്ഡ്. വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കണം നമ്മൾ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ തയ്യാറാക്കുന്ന ബുക്ക് അതൊരു മോട്ടിവേഷണൽ ബുക്കാണെന്ന് വിചാരിക്കുക. അതായത് വിദ്യാർത്ഥികൾക്ക്, പാരൻസിന്, പ്രൊഫഷണലുകൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷണൽ ബുക്കാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മളതിന് ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ കണ്ടൻറ് ക്രിയേഷൻ ടാസ്ക് നിങ്ങൾ എടുക്കുക. ആ കണ്ടൻറ് ക്രിയേഷൻ ടാസ്കിൽ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അത് ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോവാതെ അതിൻ്റെ ആത്മസത്ത ചോർന്നു പോകാത്ത രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഈ ബുക്കിലേക്ക് കൊണ്ടുവരാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനൊക്കെ ഉപയോഗിക്കുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കിറ്റ് നോട്ട്സൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ഈ ഫ്ലാഷ് കാർഡ്സ് എന്ന് പറഞ്ഞ ടെക്നിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഓരോ കളർ ടാസ്കും ഓരോ കളറിലുള്ള സ്റ്റിക്കിറ്റ് നോട്ടും ഒരു പ്രത്യേക ടാസ്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ടാസ്ക് എപ്പോൾ ചെയ്ത് തീർക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഇപ്പോൾ മഞ്ഞ കളറിലുള്ള ഒരു വർക്ക്, ഒരു വർക്കിന് നമ്മൾ മഞ്ഞ കളറിൽ തീരുമാനിക്കുകയാണെങ്കിൽ ആ മഞ്ഞ കളറിലുള്ള നമ്മുടെ ഈ സ്റ്റിക്കിറ്റ് നോട്ട്സാണ് ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ആ സ്റ്റിക്കിറ്റ് നോട്ട്സ് നോക്കും. അപ്പോൾ അത് ഓക്കെ, എത്ര എണ്ണം നീ അവശേഷിക്കുന്നുണ്ട്, നമ്മൾ കാണുന്ന സ്ഥലത്ത് വേണം അത് ഒട്ടിച്ച് വെക്കാൻ. ഓക്കെ, നമ്മൾ പെട്ടെന്ന് നമ്മൾ കണ്ടെത്തുന്ന രീതിയിൽ ഒട്ടിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു വിഷയത്തിൻ്റെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു യെല്ലോ കളർ കൊടുക്കുന്നു. അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടി നമ്മളൊരു പിങ്ക് കളർ കൊടുക്കുന്നു. അതുപോലെ വേറെ എന്തെങ്കിലും അതിൻ്റെ ഒരു ഫൈനൽ ഡെലിവറബിൾ പാർട്സിന് വേണ്ടി നമ്മളൊരു ഗ്രീൻ കളർ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ഓരോ ടാസ്കും നമ്മൾ വിഘടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ടാസ്കും ഏത് പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഫ്ലാഷ് കാർഡ്സൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫ്ലാഷ് കാർഡ്സിൻ്റെ വേറൊരു ഉപയോഗം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് നല്ലൊരു കോണ്ടൻറ്റ് കിട്ടി. ഫോർ എക്സാമ്പിൾ, പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ലൊരു കോണ്ടൻറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഫ്ലാഷ് കാർഡ്സ്, പല കളറിലുള്ള ഫ്ലാഷ് കാർഡ്സ് നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ ഈ ഫ്ലാഷ് കാർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കളറ്, ഒരു തീം നമ്മൾ മാറ്റി വെക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, പിങ്ക് കളർ കാർഡാണെങ്കിൽ അതെന്താണ്, അത് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട കോണ്ടൻറ്റ് എഴുതി വെക്കാനുള്ളതാണ്. ഗ്രേ കളറാണെന്നുണ്ടെങ്കിൽ അത് മോട്ടിവേഷൻ, നമ്മുടെ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട കോണ്ടൻറ്റ് ഉണ്ടെങ്കിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അത് പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കോണ്ടൻറ്റുകൾ മാർക്ക് ചെയ്ത് വെക്കാനുള്ളതാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പ്ലാനിങ് വേണം. അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതാത് കോണ്ടൻറ്റ് അതാത് കളറിൽ നമുക്ക് എഴുതാൻ സാധിക്കും. എന്നിട്ട് പിങ്ക് കളറുള്ള ആ കാർഡുകളെല്ലാം നമ്മൾ എടുക്കുന്നു. നമ്മൾ അതിലേക്ക് എഴുതി വെച്ച കോണ്ടൻറ്റൊക്കെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഒന്നാമത്തെ ചാപ്റ്റർ, അത് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഈ കാർഡിൽ, നമ്മൾ പിങ്ക് കളർ കാർഡിൽ എന്തെല്ലാം കോണ്ടൻറ്റ് ഉണ്ടോ അതൊക്കെ നമ്മൾ അതിനൊരു ക്രമാനുഗതമായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ 1ലേക്ക് നമ്മൾ ആഡ് ചെയ്ത് ചേർക്കുന്നു. അപ്പോൾ ചാപ്റ്റർ 1 ഗംഭീരമാകും. ഇനി ചാപ്റ്റർ 2 വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, നമ്മൾ ഗ്രേ കളർ കാർഡിലാണ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്തുന്നു, ആ ഗ്രേ കളർ കാർഡൊക്കെ എടുത്ത് വായിച്ച് നോക്കുന്നു. അതിനെ നമ്മൾ ഒരു ക്രമാനുഗതമായിട്ട് അടുക്കി പെറുക്കി വെച്ചിട്ട് നമ്മൾ അതിലുള്ള കോണ്ടൻറ്റുകൾ ഒരു അനുയോജ്യമായ രീതിയിൽ ചാപ്റ്റർ നമ്പർ 2ലേക്ക് ചേർക്കുന്നു. അതുപോലെ പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന കോണ്ടൻറ്റും കഥകളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടത് എവിടെയാണ്, നമ്മൾ ഗ്രീൻ കളർ കാർഡിലാണ്. അപ്പോൾ നമ്മൾ അത് ഗ്രീൻ കളർ കാർഡ്സൊക്കെ എടുക്കുന്നു. അതിലുള്ള കോണ്ടൻറ്റുകൾ ഇതേപോലെ
അതിൻ്റെ തനിമ ഒട്ടും ചോർന്നു പോവാതെ ഏച്ച് കിട്ടിയ പോലെ തോന്നാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചാപ്റ്റർ 3ലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്ററും വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ അതൊരു 10 ചാപ്റ്ററുകളുടെ ബുക്കാണെങ്കിൽ 10 ചാപ്റ്ററും വളരെയധികം കോണ്ടൻറ്റ് റിച്ച് ആയിരിക്കും, ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാകും. വായിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു തത്വങ്ങൾ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ആഴത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കണം. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെ കണ്ട് വർദ്ധിക്കും. നമ്മൾ ചെയ്യാനുള്ള ഏത് ടാസ്ക്കും നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കും. അതിനാണ് ഞാനൊക്കെ ഈ സ്റ്റിക്കി നോട്ട്സും ഫ്ലാഷ് കാർഡ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എന്ത് ടാസ്ക് ചെയ്യാനുണ്ടെങ്കിലും ആ ടാസ്കിൻ്റെ ഒരു പ്രാധാന്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കളർ നിശ്ചയിച്ചിട്ട് ആ കളറിലുള്ള സ്റ്റിക്കി നോട്ട്സ് നമുക്ക് കാണുന്ന ഭാഗത്തൊക്കെ ഒട്ടിച്ച് വയ്ക്കാം. അതുപോലെ ഫ്ലാഷ് കാർഡ്സൊക്കെ ഉപയോഗിക്കുക. ഇതൊക്കെ നമുക്ക് എന്താണ് വളരെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും പ്ലാൻ ചെയ്ത് കൃത്യമായ ആസൂത്രിതമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റ് ടു ഡു ലിസ്റ്റ്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ ഒരു ടു ഡു ലിസ്റ്റാക്കി നമുക്ക് വെക്കാൻ പറ്റണം. ഇപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സാംസങ് നോട്ട്സ് ഉണ്ടാവും. സാംസങ് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഫോണിലൊക്കെ ഉണ്ടാവും സാംസങ് നോട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടു ഡു ലിസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് അതിൽ ഉണ്ട്. നമ്മൾ അന്ന് ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തലേ ദിവസം രാത്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്ത് നമ്മൾ സെറ്റാക്കി വെക്കാൻ പറ്റും. പിറ്റേ ദിവസം നമുക്ക് രാവിലെ മുതൽ ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങാം. നമ്മൾ ചെയ്ത് തീർക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അല്ലേ, ഓരോ കാര്യങ്ങളും ചെയ്ത് തീരുന്ന മുറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതായത് ബോക്സിൽ പോയിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രസ്തുത വർക്ക് ഉണ്ടല്ലോ അതൊന്ന് മിനിമൈസ് ആവും, അല്ലെങ്കിൽ അതൊന്ന് എന്താ പറയുക ഒരു സ്ട്രൈക്ക് ത്രൂ ആയിട്ട് എൻ്റെ ഉള്ളിൽ പോവും. അപ്പോൾ നമ്മൾ ചെയ്ത് തീർത്തു നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല സ്ട്രാറ്റജിയാണ്. കാരണം ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ആ ടു ഡു ലിസ്റ്റ് പ്രകാരം നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൃത്യമായി പോകുന്ന നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകില്ല. പല കാര്യങ്ങളും നമുക്ക് മറന്നു പോകാനുള്ള സാധ്യതയുള്ള പല കാര്യങ്ങൾ പോലും നമുക്ക് മറന്നു പോവാതെ കൃത്യത പാലിക്കാൻ നമുക്കിതിൽ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ടു ഡു ലിസ്റ്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് കയ്യിൽ വയ്ക്കുക. ഓക്കെ, മാത്രമല്ല ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിന് വർക്ക് ഡൺ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, ആപ്പും ഉണ്ട്, വെബ്സൈറ്റും ഉണ്ട്. നിങ്ങൾ ഈ വർക്ക് ഡൺ എന്ന് പറയുന്ന ആപ്പിൽ പോയിട്ട് നിങ്ങളുടെ പേരും നമ്പറും ഒക്കെ രജിസ്റ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് വർക്കുകളുണ്ടെങ്കിലും അത് നിങ്ങളെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സോഫ്റ്റ്വെയർ നിങ്ങളെ റിമൈൻഡ് ചെയ്യും. അതല്ല, അതിൻ്റെ പ്രോഗ്രസ് അത് വിലയിരുത്തും. ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ വർക്കിനെ ഒരു വലിയ ഗോളിനെ ഒരു ചെറിയ ടാസ്കുകളാക്കി സ്പ്ലിറ്റ് ചെയ്യാനും ഓരോ ടാസ്കിൻ്റെയും കംപ്ലീഷൻ ടൈം ഫോളോ അപ്പ് ചെയ്യാനും അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ, അത് നിങ്ങൾ ആ ഓർഡർ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും ഈ സോഫ്റ്റ്വെയറിന് സാധിക്കും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പിഴവ് പറ്റിയാൽ പോലും ഈ സോഫ്റ്റ്വെയർ നമ്മളെ കൃത്യമായി നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇന്ന ദിവസം ഇന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല, നിങ്ങൾ ഇനി ആകെ 2 ദിവസം കൂടി ബാക്കിയുള്ളൂ, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്താലേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് റിമൈൻഡേഴ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവുകയും നമ്മൾ കൃത്യമായിട്ട് ആ വർക്ക് ചെയ്ത് തീർക്കുകയും ചെയ്യും. അപ്പോൾ വർക്ക് ഡൺ പോലുള്ള ആപ്പുകളും മറ്റുമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ്, പ്രയോറിറ്റൈസ് യുവർ വർക്ക്സ്. നിങ്ങൾ ഓരോ വർക്കിനും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. അതിൻ്റെ ഒരു പ്രാമുഖ്യം, അതിൻ്റെ ഒരു പ്രാധാന്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അതിന് ഞാൻ സാധാരണ പിന്തുടരാനുള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയും, പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയും. വിൽഫ്രഡ് പാരറ്റോയുടെ ഒരു പ്രിൻസിപ്പിളാണ് 80-20 പ്രിൻസിപ്പിൾ. ഓക്കെ, ഈ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ 80% റിസൾട്ടുകളും വരുന്നത് എവിടെ നിന്നാണ്, നമ്മൾ ചെയ്യുന്ന 20% കാര്യങ്ങളിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് വരുന്ന 80% റിസൾട്ടുകളും നമ്മൾ ചെയ്യുന്ന ആകെ 20% കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ബാക്കി 80% കാര്യങ്ങളിൽ നിന്ന് ആകെ 20% റിസൾട്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ആ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് അവ ആദ്യം ചെയ്ത് തീർക്കണം. അതാണ് ശരിയായ രീതി. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ നല്ല വീഡിയോ കാണുക, നല്ല മോട്ടിവേഷണൽ സ്പീച്ചസ് കേൾക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നത്, എനിക്ക് നല്ല റവന്യൂ ജനറേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഉള്ളതിൻ്റെയും ബെറ്റർ റിസൾട്ട് എനിക്ക് ഭാവിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്കെൻ്റെ ലക്ഷ്യം നിറവേറാൻ വളരെ കുറഞ്ഞ സമയം മതിയാകും. അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ എനിക്ക് എന്താ പറ്റും, ആവശ്യത്തിൽ കൂടുതൽ ഞാൻ പ്ലാൻ ചെയ്തതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ
ആ സ്റ്റിക്കി നോട്ട്സിൻ്റെ കാര്യത്തിൽ പോലും നമുക്കിത് വളരെയധികം കൃത്യമായിട്ട് നമുക്ക് അവയെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതായത് നിങ്ങളുടെ മൾട്ടിപ്പിൾ കളേഴ്സിലുള്ള സ്റ്റിക്കി നോട്ട്സ് വാങ്ങുക. നമുക്ക് ഈ സിംഗിൾ കളറുള്ള സ്റ്റിക്കി നോട്ട്സെക്കാളും എപ്പോഴും ഉപകാരപ്പെടുക മൾട്ടിപ്പിൾ കളറിൽ വരുന്ന സ്റ്റിക്കി നോട്ട്സ് ആയിരിക്കും. എന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരു പ്രത്യേക കളർ തീരുമാനിക്കുക. ഫോർ എക്സാമ്പിൾ പിങ്ക് കളറാണെന്നുണ്ടെങ്കിൽ അത് വളരെ അർജൻറ്റായിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതേസമയം യെല്ലോ കളറാണെന്നുണ്ടെങ്കിൽ അത് മോഡറേറ്റ്, വളരെ അർജൻറ്റും അല്ല, എന്നാൽ ഒരുപാട് സമയം വൈകാനും പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ സാവകാശം സമയം പോലെ ചെയ്ത് തീർത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് വേറൊരു കളർ നിങ്ങൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ഓറഞ്ച് കളറോ മറ്റോ കൊടുക്കുക. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അത് ഒരു സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം, ഒരേ കളർ. ഓക്കെ, വളരെ അർജൻറ്റിന് ഒരു കളറ്, മോഡറേറ്റ് അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു കളറ്, വളരെ അത്ര അർജൻറ്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് ഒരു കളർ. അത് എപ്പോഴും കീപ്പ് ചെയ്യുക. അപ്പോൾ ഓരോ കാര്യങ്ങളുടെയും അവരുടെ അർജൻസിക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സ്റ്റിക്കി നോട്ടിൽ ഇത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ചുവരുകളിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓക്കെ, വളരെ അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര വർക്കുകൾ ബാക്കിയുണ്ട്, മോഡറേറ്റ് ടൈപ്പ് കാര്യങ്ങൾ എത്ര എണ്ണം ബാക്കിയുണ്ട്, ഓക്കെ, സാവകാശം സമയമെടുത്ത് ചെയ്ത് തീർക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് നിങ്ങളുടെ 80%, ഏതാണ് നിങ്ങളുടെ 20% എന്നുള്ളത്. ആ 80-20 നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ 20% കാര്യങ്ങളുടെ എണ്ണം കൂട്ടുക, അത് ചെയ്യുന്ന അളവ് കൂട്ടുക, മറ്റേ 80% ഒന്ന് കുറച്ച് വരിക. അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഒരു കാര്യം ഞാൻ വീണ്ടും ഒന്നുകൂടി ഊന്നി പറയുകയാണ്, ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി ചെയ്ത് വിജയിച്ച് ഫലപ്രാപ്തിയിലെത്തി പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. ഇതൊന്നും വെറുതെ പറയില്ല, ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് വെറുതെ വായിക്കുമെന്ന പോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. ഞാനിതൊക്കെ ഓൾറെഡി ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തു നോക്കി പ്രാവർത്തികമാക്കി ഉറപ്പുവരുത്തി, ശരിയാണ് ഇത് ചെയ്താൽ വിജയിക്കും, തീർച്ചയായിട്ടും അതിന് നല്ല ഫലം ഉണ്ടാകുമെന്ന് അടിവരയിട്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഇത് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, ഒട്ടും സംശയം വേണ്ട. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്ത് തീർക്കുക. ഓക്കെ, നെക്സ്റ്റ്, കീപ്പ് അവേ ഓൾ ഡിസ്ട്രാക്ഷൻസ്. നമ്മുടെ ഈ ശ്രദ്ധയെ ചിതറിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ ഒന്ന് മാറ്റിവെക്കുക. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോണ്, ഇമെയിൽ, ലാപ്ടോപ്പ്, അല്ലെങ്കിൽ നമ്മുടെ TV, അതുപോലുള്ള ടാബ്, എന്തും നമ്മുടെ ശ്രദ്ധയെ ചിതറിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ആ സ്ഥലത്തുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. തീർച്ചയായിട്ടും നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്ലോ ആയിട്ട് നമ്മൾ ഒറ്റ ഇരിപ്പിട്ടൊരു കാര്യം നമ്മൾ ചെയ്ത് തീർക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷേ നമുക്കൊരു തടസ്സം വരുന്നത് എന്താണ്, പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ബെല്ലടിക്കും, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഫോണിലേക്ക് തിരിയും, നമ്മളെടുത്ത് നോക്കാൻ നിൽക്കും. നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അതിൻ്റെ നമ്മുടെ വർക്കിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ പോവുകയും തീർച്ചയായിട്ടും വർക്കിനോടുള്ള നമ്മുടെ ആ ഒരു താല്പര്യം കുറയുകയും നമ്മുടെ മൈൻഡ് വേറെ വഴിക്ക് പോവുകയും ചെയ്യും. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു കാര്യം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ വഴിതിരിച്ചു വിടാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ അടുത്തുനിന്ന് മാറ്റി വയ്ക്കുക. കുട്ടികൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കളോ മറ്റോ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാൾ നമ്മൾ അടുത്തുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ അവരെ നമ്മൾ തൽക്കാലം വൈഫിനെയോ അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കുക, അവർ ഒന്ന് നോക്കുന്ന പോലെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ വളരെ ലൗഡ് മ്യൂസിക്കോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്കിനെ ബാധിക്കും. ചെറിയ മ്യൂസിക്കൊക്കെ എന്ന് വെച്ചാൽ പ്രശ്നമില്ല, പക്ഷേ ലൗഡ് മ്യൂസിക് അല്ലെങ്കിൽ അടുത്ത ആരിലൊക്കെ ഭയങ്കര ശബ്ദത്തിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്, അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വളരെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് നല്ല റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ പരമാവധി അതിൽ നിന്ന് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങളൊക്കെ മാറ്റി നിർത്താൻ ശ്രമിക്കുക. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. നമ്മളൊരു മഹത്തായ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ വഴിതിരിച്ചു വിടുന്ന ആളുകളെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തണം. നീ എന്താ ചെയ്യുന്നത്, ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ട് എന്താടാ നിനക്ക് വേറെ പണിയൊന്നുമില്ല, വാ പുതിയ സിനിമ റിലീസായിട്ടുണ്ട് നമുക്ക് സിനിമയ്ക്ക് പോവാം എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഞാനൊരു PhD ചെയ്യാൻ പോവുകയാണ് എന്നൊരാൾ അല്ലെങ്കിൽ നിങ്ങളൊരാളോട് പറയുന്ന സമയത്ത് അയാൾ പറയാണ് നിനക്ക് ഭ്രാന്തുണ്ട്, എന്താ അതിൻ്റെയൊക്കെ ഒരു ആവശ്യം, അതിൻ്റെ ഒന്നും കാര്യമില്ല, നീ വാ നമുക്ക് ഒന്ന് ബാറിൽ പോയി 2 എണ്ണം അടിക്കാം എന്ന് പറയുന്ന ഒരാളാണെച്ചാൽ തീർച്ചയായിട്ടും അയാൾ നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്ന ആളല്ല, നിങ്ങളുടെ തിന്മയെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം ആളുകളെ നിങ്ങൾ അകറ്റി നിർത്തുക. എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള ആളുകളെ നിങ്ങൾ കൂടെ വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ പ്രവർത്തിക്കുക. ഇതിന് ഒരുപാട് മനഃശാസ്ത്ര പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നോ അത്തരം ആളുകളുമായി നമ്മൾ കൂടുതൽ ഇടപഴകുന്നത് നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും എന്നാണ് പറയുന്നത്.
ഫോർ എക്സാമ്പിൾ, നമ്മളൊരു IAS ഓഫീസർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു കളക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി IAS ആയ കളക്ടർ പദവിയിൽ ഇരിക്കുന്ന ഒരാളെ ഇടയ്ക്കൊന്ന് കണ്ട് പോയി ഒന്ന് സംസാരിച്ച് ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, അയാൾ ആ ജീവിതചര്യങ്ങളും അയാൾക്ക് കിട്ടുന്ന നല്ല സൗഭാഗ്യങ്ങളൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കി അതിങ്ങനെ ബോധ്യപ്പെട്ട് വരുന്നത് തീർച്ചയായിട്ടും എന്താണ്, ഓക്കെ എനിക്കും ഇതെല്ലാം കിട്ടണം, ഞാനും ഇദ്ദേഹത്തെ പോലെ ആകണം എന്ന് ചിന്തിക്കാനും അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അത് സ്വയം പ്രാവർത്തികമാക്കാനുമൊക്കെ ഒരുപാട് ഉപകാരപ്പെടുമെന്നാണ് ആധുനിക മനഃശാസ്ത്രം തന്നെ പറയുന്നത്. അപ്പം നമ്മൾ ഏത് തരത്തിലേക്ക് എത്തണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ തരം ആളുകളുമായി നമ്മൾ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതിൽ നിന്ന് നമ്മളെ വഴിതിരിച്ചു വിടാൻ സാധ്യതയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ പരമാവധി അകലം പാലിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചില ടിപ്സായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സായിട്ട് പറയാനുള്ളത്. ഒന്നുകൂടി പറയാം. സെറ്റ് യുവർ ഗോൾ വിത്ത് ടൈംലി ബ്രേക്ക് ഡൗൺസ്, ബി വെൽ ഓർഗനൈസ്ഡ്, ക്രിയേറ്റ് എ ടു ഡു ലിസ്റ്റ്, പ്രയോറിറ്റൈസ് യുവർ വർക്ക്സ്, കീപ്പ് അവേ ഓൾ ഡിസ്ട്രാക്ഷൻസ്, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. ഇനി കുറച്ച് പോസിറ്റീവ് പ്രൊഡക്ടിവിറ്റി ഹാക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ചില ടെക്നിക്കുകളുണ്ട്. ഓക്കെ, ചില ടെക്നിക്കുകൾ, ടിപ്സ് അല്ല, ചില ടെക്നിക്കുകൾ. ഇതിൽ കുറേ എണ്ണം നമ്മുടെ ലോകത്ത് വിവിധ ഭാഗങ്ങളിലായിട്ട് ഉപയോഗിച്ച് വരുന്ന ചില ടെക്നിക്സ് ഉണ്ട്. ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ പ്രാവർത്തികമാക്കിയ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. മാത്രമല്ല ജാപ്പനീസ് ടെക്നിക്സ്, ജാപ്പനീസ് ജനത ഇത്തരം കാര്യങ്ങൾ ഭയങ്കര ഇന്നോവേറ്റീവാണ്. അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ നാട് ബോംബ് വീണ് കത്തി നശിച്ച് നാരായണക്കല്ലായൊരവസ്ഥയിൽ നിന്ന് ഇത്രയും തലയെടുപ്പുള്ള രാജ്യമായിട്ട് ഉയർന്നു വന്നത്. അവരുടെ ആ ഒരു ജനതയുടെ കുറേ പോസിറ്റീവായിട്ട് തോട്ട് കൊണ്ടും അവരുടെ ആ പ്രൊഡക്ടിവിറ്റി ടെക്നിക്കുകളൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അവർ പ്രയോഗിച്ച ഒരുപാട് ടെക്നിക്കുകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഏകദേശം 12 പ്രൊഡക്ടിവിറ്റി ഹാക്സ്, അതായത് 12 പ്രൊഡക്ടിവിറ്റി ടെക്നിക്സ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള 12 ടെക്നിക്സാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഇനി പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യത്തേത് പോമഡോറോ ടെക്നിക് എന്നാണ് പറയുന്നത്. ഇത് ജാപ്പനീസ് ടെക്നിക്കാണ്. വിശദമായിട്ട് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ പറഞ്ഞുതരാം ഓരോന്നും. ഇപ്പോൾ നമ്മൾ ആ 12 ടെക്നിക്സ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഒന്ന് പോമഡോറോ ടെക്നിക്, നെക്സ്റ്റ് ഈറ്റ് ദ ഫ്രോഗ് ടെക്നിക്, പേപ്പർ ക്ലിപ്പ് സ്ട്രാറ്റജി, എൻവിഷൻ യുവർ ഡ്രീംസ്, റൈറ്റ് എ ചെക്ക് ഫോർ യു, ഫൈൻഡ് യുവർ ഇക്കിഗായ്, മൂഡ, കൈസൻ ടെക്നിക്, ഹരഹാച്ചിബു, ഷോഷിൻ, വാബി സാബി, സെൽഫ് ലോക്കിംഗ്. ഈ പറഞ്ഞവയിൽ പോമഡോറോ ടെക്നിക്ക്, ഫൈൻഡ് യുവർ ഇക്കിഗായ്, മൂഡ, കൈസൻ ടെക്നിക്, ഹരഹാച്ചിബു, സോഷിൻ, വാബി സാബി, ഇത്രയും ജാപ്പനീസ് ടെക്നിക്സാണ്. അപ്പോൾ നമുക്കിവയെ ഓരോന്നായിട്ട് പരിചയപ്പെടാം. എങ്ങനെയാണ് ഈ ഓരോ ടെക്നിക്കുകൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് പോമഡോറോ ടെക്നിക്ക്. പോമഡോറോ എന്ന് പറയുന്ന വാക്കിന് ജാപ്പനീസിൽ അർത്ഥം തക്കാളി എന്നാണ്. ഈ തക്കാളിയുടെ ഷേപ്പിലാണ് ജാപ്പാനിൽ ഈ ക്ലോക്കുകൾ, ടൈം പീസുകളൊക്കെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടാണ് ഈ പേര് ആ ടെക്നിക്കിന് വന്നത്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ജോബിന് എല്ലാ തയ്യാറെടുപ്പുകളും കൂടിയിട്ട് ഇരിക്കുക. അതിനാവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും സജ്ജമാക്കി നല്ല അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നിങ്ങൾ റെഡി ആയിട്ട് പോയിരിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ക്ലോക്കിലോ ടൈം പീസിലോ എവിടെയാവട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 മിനിറ്റ്സിലേക്ക് നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്യണം. കറക്റ്റ് 25 മിനിറ്റ് കഴിയുമ്പോൾ അതവിടെ നിൽക്കും. ആ രീതിയിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് ഓണാക്കുക. അത് ഓടി തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തു തുടങ്ങുക. അത് എന്തോ ആവട്ടെ, ഒരു പുസ്തകരചന ആവട്ടെ, അല്ലെങ്കിൽ ഒരു കുക്കിങ്ങിൻ്റെ ജോബ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലീനിങ്ങിൻ്റെ വർക്ക് ആവട്ടെ, എന്തും ആവട്ടെ, ഒരു ജോലി, നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും നിങ്ങൾക്ക് മടുപ്പില്ലാണ്ട് ഒരുപാട് സമയത്തേക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു തീർക്കാനുള്ള ടെക്നിക്കാണ് പോമഡോറോ ടെക്നിക്ക്. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ പ്രയോഗിച്ച് വിജയിച്ച സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ഈ 25 മിനിറ്റ്സ് സ്റ്റോപ്പ് വാച്ച് വെച്ചുകൊണ്ട് ചെയ്യാം. കറക്റ്റ് 25 മിനിറ്റ്സ് കഴിയുമ്പോൾ ഈ മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ഈ ടൈം പീസിൽ നിന്നോ ഒരു ബീപ്പ് ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ഒരു അലാം ശബ്ദം കേൾക്കാം. അതിൻ്റെ അർത്ഥം 25 മിനിറ്റ്സ് ആയി എന്നാണ്. ഈ ഒച്ച കേട്ടാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം?
സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്തിട്ട് നിങ്ങളുടെ വർക്ക് നിങ്ങൾ എവിടെയാണോ ചെയ്ത് നിർത്തിയത് അവിടെ വെച്ച് നിർത്തിയിട്ട് പതുക്കെ എഴുന്നേറ്റ് പോരണം. ആ വർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. കറക്റ്റ് 25 മിനിറ്റ്സ് ആകുമ്പോൾ നിങ്ങൾ ആ വർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒന്ന് നീച്ച് നിൽക്കുക, ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, നല്ലൊന്ന് സ്ട്രെച്ച് ചെയ്യുക, രണ്ട് സൈഡിലും സ്ട്രെച്ച് ചെയ്തിട്ടൊന്ന് റിലാക്സ് ചെയ്യുക, മസിലുകൾക്കും നേഴ്സിനൊക്കെ നല്ലൊന്ന് റിലാക്സേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളം കുടിക്കുക. നമ്മളെല്ലാവരും ഒരു ദിവസം മിനിമം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിട്ടുണ്ടാവണമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അത് വളരെ ആവശ്യമാണ്. നമ്മുടെ തലച്ചോറിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് നല്ലവണ്ണം വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് നല്ലൊരു ശീലമാക്കുക. എപ്പോഴും ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുക. അപ്പോൾ നമ്മൾ ഈ പണി 25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്തി, നമ്മൾ എഴുന്നേറ്റു, ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു, ഒന്ന് റിലാക്സ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കുന്നു. നല്ല വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. നമ്മൾ വരാന്തയിലൂടെ ഒന്ന് 2-3 റൗണ്ട് ഇങ്ങനെ നടന്ന് ബോഡിക്കൊന്ന് ഒരു എക്സസൈസ് കൊടുക്കുന്നു. ഓക്കെ, ഒന്ന് റിലാക്സായി, മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി. കറക്റ്റ് 5 മിനിറ്റ്, ഇത് മൊത്തം ഒരു 5 മിനിറ്റ് സമയം എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, 5 മിനിറ്റ് ബ്രേക്കും. കറക്റ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ആ പഴയ സ്ഥാനത്ത് വന്ന് ഇരിക്കുന്നു. വീണ്ടും സ്റ്റോപ്പ് വാച്ച് ഓണാക്കുന്നു, നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്ന് നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്, അതേപോലെ വീണ്ടും 25 മിനിറ്റ് ആവുന്നു. നമ്മൾ വർക്ക് എവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടോ അവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും റിലാക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ബോഡി സ്ട്രെച്ച് ചെയ്യുക, വെള്ളം കുടിക്കുക, നടക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ 5 മിനിറ്റ് വീണ്ടും തിരിച്ചു വരിക. വീണ്ടും സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കിയിട്ട് ആ വർക്ക് നിർത്തി കൊടുത്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ ഒരു 4 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കാം. ഒരു 20 to 30 മിനിറ്റ്സിൻ്റെ ബ്രേക്ക് എടുക്കാം. എന്നിട്ട് വീണ്ടും വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ നമുക്ക് സഹായിക്കും. ആ വർക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കൃത്യതയോടെ ചെയ്ത് തീർക്കാൻ നമുക്ക് സാധിക്കും. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറഞ്ഞ പോലെ ആ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫോണോ ടെലിവിഷനോ മറ്റെന്തെങ്കിലും സംഭവമോ ഗാഡ്ജറ്റ്സോ ഒന്നും എടുത്ത് നോക്കാൻ പാടില്ല. നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ആ വർക്കിലായിരിക്കണം. 5 മിനിറ്റ് സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഫോൺ എടുക്കരുത്. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലുള്ള റിലാക്സേഷൻ കാര്യങ്ങൾ മാത്രമേ ആ സമയത്ത് ചെയ്യാൻ പാടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. പോമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്ന ഈ ടെക്നിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ വളരെ കൃത്യതയോടുകൂടി, ഞാൻ ഏകദേശം 2 വർഷം മുമ്പാണ് ഞാൻ ഈ ടെക്നിക്ക് ഞാൻ പരിചയപ്പെടുന്നത്. ഓക്കെ, ഒരു ബുക്ക് വായിച്ചപ്പോഴാണ് ഈ ടെക്നിക്ക് എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഞാൻ ചെയ്തു, എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഇതിൻ്റെ സിദ്ധാന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരു വർക്കിൽ ഏറ്റവും കൃത്യതയോട് കൂടിയിട്ട് ഒരുപാട് അർപ്പിച്ചുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ പരമാവധി 25 മിനിറ്റ്സ് ആണ്. അതിൻ്റെ മേലേക്ക് പോകുന്തോറും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഈ റിലാക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ആ വർക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളെല്ലാവരും ആ 2 മരംവെട്ടുകാരുടെ കഥ കേട്ടിട്ടുണ്ടാവില്ലേ? ഒരു മരംവെട്ടുകാരനും വേറൊരു ആളും തമ്മിൽ ഒരു മത്സരം വെച്ചതാണ്. 2 പേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ മരം മുറിക്കാൻ പോകുന്നതെന്ന് ഒരു മത്സരം വെച്ചതാണ്. പക്ഷേ മത്സരം തുടങ്ങി, ആദ്യത്തെ ആൾ മരം വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് അപ്പുറത്ത് ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ അയാളും വെട്ടിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലാണ്ട് അപ്പോൾ ഇയാൾ ആവേശത്തോടെ മരം വെട്ടുകയാണ്. ഇടയ്ക്ക് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ മരം വെട്ടുന്ന ഒച്ച നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചിന്തിക്കുകയാണ്, ഓക്കെ മറ്റവൻ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കാതെ വെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന അയാൾ സ്വയം ചിന്തിക്കുകയാണ്. എന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നത്, അയാൾ റെസ്റ്റ് ഒന്നും ഇല്ലാണ്ട് കണ്ടിന്യൂസ്ലി വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അപ്പുറത്തുള്ള ആൾ ഇടയ്ക്കിടയ്ക്ക് ആ വെട്ടുന്നത് നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഒച്ച കുറയുന്നുണ്ട്. അതായത് അവിടെ അയാൾ മരം വെട്ടുന്ന ഒച്ച കുറേ സമയത്ത് കേൾക്കാനില്ല. അപ്പോഴൊക്കെ ഇയാൾ ചിന്തിക്കുന്നുണ്ട് എന്താണ്, ഓക്കെ അവൻ റെസ്റ്റ് എടുക്കുകയാണ്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാമെന്ന്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈവനിങ് അവർ ഈ വെട്ടിയ മരങ്ങളുടെ കണക്കെടുത്തപ്പോഴാണ് ഈ ആദ്യത്തെ ആൾ ഞെട്ടിപ്പോയത്. താൻ വെട്ടിനേക്കാളും ഇരട്ടി മരം മറ്റാൾ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് നീ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തിട്ടും ബ്രേക്ക് എടുത്തിട്ടും നിനക്ക് എങ്ങനെയാണ് എന്നെക്കാളും കൂടുതൽ മരങ്ങൾ വെട്ടിയിടാൻ സാധിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ മറുപടി എങ്ങനെയായിരുന്നു, എൻ്റെ പ്രിയ സുഹൃത്തെ, ഞാൻ റെസ്റ്റ് എടുക്കുകയായിരുന്നില്ല. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ മഴുവിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മഴുവിന് മൂർച്ച കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും, അടുത്ത തവണ വെട്ടുമ്പോൾ കുറച്ചും കൂടി ഷാർപ്പാക്കി നല്ല എഫേർട്ട്ലെസ് ആക്കി നമുക്ക് വെട്ടിയിടാൻ സാധിക്കും. അതാണ് അവിടെ സംഭവിച്ചത്. അതുപോലെ മഴുവിന് മൂർച്ച കൂട്ടുന്നൊരു ടെക്നിക്കാണ് നമ്മുടെ ഈ പോമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വർക്ക് കുറേ സമയം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കതിലുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും, തലച്ചോറിൻ്റെ ശ്രദ്ധ ചിതറിപ്പോകും. ആ സമയത്ത് കൃത്യമായിട്ട് എൻ്റെ പരമാവധി സമയം എന്ന് പറഞ്ഞാൽ 25 മിനിറ്റ്സ്. ആ 25 മിനിറ്റ്സ് നമ്മൾ ആ വർക്കിൽ ഞങ്ങൾ സ്വയം അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. 25 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ ആ വർക്ക് അവിടെ നിർത്തുന്നു. ഒരു 5 മിനിറ്റ് ഒരു ബ്രേക്ക് എടുക്കുന്നു. ആ ബ്രേക്ക് എടുക്കുന്ന സമയമാണ് നമ്മുടെ
മഴുവിന് മൂർച്ച കൂട്ടുന്ന സമയം. ബ്രേക്ക് എടുക്കുന്നു, തിരിച്ചു പോകുന്നു, വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, കറക്റ്റ് 25 മിനിറ്റ്സ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന എന്ത് വർക്കും ആവട്ടെ, ഈ ടെക്നിക്ക് നിങ്ങളൊന്ന് പയറ്റി നോക്കൂ. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ വളരെ ക്രിയാത്മകമായി ഉപയോഗിച്ച് വിജയിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഈവൻ എൻ്റെ PhD തീസിസിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടൊരു സംഭവമാണ് പോമഡോറോ ടെക്നിക്ക്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക. 4 വട്ടം കഴിയുമ്പോൾ നിങ്ങൾ ഒരു 20 to 30 മിനിറ്റ്സിൻ്റെ ബ്രേക്ക് എടുക്കുക. ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് എത്ര കഠിനമായ ജോലിയും വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ ഈ ടെക്നിക്ക് കൊണ്ട് സാധിക്കും. നെക്സ്റ്റ്, ഈറ്റ് ദ ഫ്രോഗ് ടെക്നിക്ക്. ഈറ്റ് ദ ഫ്രോഗ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ നമ്മൾ തവളയെ തിന്നുക എന്നല്ല ഉദ്ദേശിക്കുക. ഇത് ഒരു നല്ലൊരു ടെക്നിക്കാണ്. ഞാനും എൻ്റെ ലൈഫിൽ ഞാനത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. വേൾഡ് ഫേമസ് മോട്ടിവേഷണൽ സ്പീക്കറും ഓതറുമായിട്ടുള്ള ബ്രയാൻ ട്രേസിയാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇത് കുറേ ഒരു ഏൻഷ്യൻ കോൺസെപ്റ്റാണ്, പക്ഷേ അത് ഒരുപാട് പൊടി തട്ടി നല്ല രീതിയിൽ അതിനെ അവതരിപ്പിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിയ ആൾ ബ്രയാൻ ട്രേസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കഷ്ടപ്പാടുള്ള ജോലികളും, നമ്മുടെ ജോലികളെ മൊത്തം ഒരു ലിസ്റ്റ് എടുക്കുക. ഓരോ ദിവസവും നമ്മൾ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അതിൽ ഏറ്റവും കഷ്ടപ്പാടുള്ള, ഏറ്റവും മെനക്കേടുള്ള ജോലികളുണ്ടല്ലോ, ആ ജോലികൾ, മെനക്കെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏറ്റവും ബുദ്ധിമുട്ടുള്ള, കഷ്ടപ്പാടുള്ള ജോലികൾ ആദ്യം ചെയ്ത് തീർക്കുക. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് സംഭവിക്കും? ബാക്കിയുള്ള വർക്കുകൾ നമുക്ക് സാവകാശം ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ മൈൻഡ് വളരെ ഫ്രഷ് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും, പ്രൊഡക്റ്റീവ് ആയിരിക്കും. ആ സമയത്ത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ള സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വളരെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് വിചാരിക്കാം. ആ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു 5 മണിക്ക് ആ കുട്ടി പഠിക്കാൻ വേണ്ടി എഴുന്നേൽക്കണമെന്ന് വിചാരിക്കുക. ആ സമയത്ത് ആ കുട്ടിയുടെ മൈൻഡ് വളരെ ഷാർപ്പായിരിക്കും, വളരെ പ്രൊഡക്റ്റീവായിരിക്കും, എനർജറ്റിക് ആയിരിക്കും, എൻതൂസിയാസ്റ്റിക് ആയിരിക്കും. ആ സമയത്ത് ആ കുട്ടിക്ക് ഏറ്റവും ടഫുള്ള വിഷയങ്ങൾ എടുത്ത് ആ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തലച്ചോറിൽ കയറ്റാനും അത് ഓർമ്മയിൽ സൂക്ഷിക്കാനും പിന്നീട് പരീക്ഷയിൽ എഴുതാനും അത് പറ്റും. കാരണം മൈൻഡ് ഏറ്റവും ഫ്രഷ് ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ള കോൺസെപ്റ്റും എളുപ്പത്തിൽ നമുക്ക് വഴങ്ങുന്നൊരു സമയം കൂടിയാണ് ഈ പുലർച്ചെ സമയം. അതിനുശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിക്കാം, അല്ലേ? പണ്ടൊക്കെ നമ്മൾ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമുക്ക് ഉപദേശിക്കാറുണ്ട്, എന്താണ്, നിങ്ങൾ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം essay ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് എഴുതുക, അല്ലേ? ചിലപ്പം ആദ്യം വരുന്നത് എന്തായിരിക്കും? ഫില്ലപ്പ് ദി ബ്ലാങ്ക്സ് ഒക്കെ ആയിരിക്കും ഫസ്റ്റ് വരുന്നുണ്ടാവുക. പക്ഷേ എന്നാൽ പോലും നമ്മളത് മാറ്റി വെക്കുക. അത് അവിടെ നിന്ന് ആദ്യം തുടങ്ങാതെ നമ്മൾ എന്ത് ചെയ്യുക? essay ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി കൊണ്ട് തുടങ്ങാം. അത് നല്ലൊരു ടെക്നിക്കാണ്. കാരണം നമ്മുടെ മൈൻഡ് വളരെ ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ വേഗം എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെറുപ്പകാലം തൊട്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമ്മോട് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, പാരൻസൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്. ആദ്യം essay പോലുള്ള വലിയ ക്വസ്റ്റ്യൻസൊക്കെ എഴുതി തീർക്കുക. വലിയ മാർക്ക് കിട്ടേണ്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ എഴുതി തീർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈറ്റ് ദ ഫ്രോഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നൊരു കാര്യം ആദ്യം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു ഞായറാഴ്ചയാണ്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വീട് വൃത്തിയാക്കേണ്ടതുണ്ട്, തുണി അലക്കേണ്ടതുണ്ട് എന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. പിന്നെ നിങ്ങൾക്കൊരു സിനിമയ്ക്ക് പോകണം, പിന്നെ ഫുഡ് ഉണ്ടാക്കണം, പിന്നെ നിങ്ങൾ ഡ്രസ്സൊക്കെ ഇസ്തിട്ട് വെക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ചിലപ്പം വീട് വൃത്തിയാക്കലായിരിക്കും, അതുപോലെ തുണി അലക്കലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ടഫായിട്ടുള്ള കാര്യങ്ങളെ രാവിലെ എഴുന്നേറ്റ പാടെ ഫുൾ എനർജിയിൽ അങ്ങോട്ട് ചെയ്ത് തീർക്കുക. അപ്പോൾ എന്തായി? വലിയൊരു ഭാരം നമുക്ക് തലേന്ന് ഇറക്കി വെച്ച പോലെ തോന്നും. പിന്നുള്ളതൊക്കെ ചെറിയ ടാസ്കുകളാണ്, നമുക്ക് വേഗം ചെയ്തു തീർക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്കിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്ത് തീർക്കുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഈറ്റ് ദ ഫ്രോഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രോഗ് എന്താണെന്ന് മനസ്സിലാക്കുക ആദ്യം. നമ്മുടെ ആ കിറ്റിലുള്ള ഫ്രോഗ്, അതായത് ഏതാണ് നമുക്ക് അർജൻറ്റായി തീർക്കേണ്ട വർക്ക്, ഇത് ഏറ്റവും മെനക്കെട്ട വർക്ക് ഏതെന്ന് ആദ്യം തീരുമാനിക്കുക. ആ വർക്കിന് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ചെയ്യുക. ഇത് നമ്മൾ ആ ഒരു പ്രയോറിറ്റി ഓർഡറിൽ ഓരോ ജോബിൻ്റെയും ആ ഒരു ടഫ്നെസ്, ആ ഒരു മെനക്കേടിന് അനുസരിച്ച് അവനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഏറ്റവും മെനക്കെട്ട ജോലി ആദ്യം, രണ്ടാമത് മെനക്കെട്ടുള്ള ജോലി അടുത്തതായിട്ട്, അങ്ങനെ ആ ഒരു ലെവലിൽ ചെയ്തു പോകുന്നത് വളരെ നന്നായിരിക്കും. നെക്സ്റ്റ്, പേപ്പർ ക്ലിപ്പ് സ്ട്രാറ്റജി. ഇത് വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ്.
ഇതും ഞാൻ ഏകദേശം ചെയ്തു നോക്കിയിട്ടുള്ളൊരു സ്ട്രാറ്റജി തന്നെയാണ്, പേപ്പർ ക്ലിപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സ്ട്രാറ്റജി. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിലെ ഒരു സാധാരണ ഒരു ടെലികോളർ ആയിരുന്നു. അദ്ദേഹം പിന്നീട് തൻ്റെ കരിയറിൽ വളർന്ന് വലിയൊരു സംരംഭകനായി ബാർക്ലേസ് ബാങ്ക് എന്ന് പറയുന്ന സ്വന്തമായൊരു ബാങ്കിനെ അദ്ദേഹം തുടങ്ങുകയുണ്ടായി. മിസ്റ്റർ വില്യം ബാർക്ലേസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ സാധാരണ ഒരു ബാങ്കിൽ ഒരു ചെറിയൊരു എംപ്ലോയി ആയി ജോയിൻ ചെയ്ത താങ്കൾ ഇന്ന് സ്വന്തമായൊരു ബാങ്ക് തുടങ്ങാവുന്ന അവസ്ഥയ്ക്ക് ഇത്രയും വലിയ പണക്കാരനായത് എങ്ങനെയാണെന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ഞാൻ ചെറിയൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുമായിരുന്നു. ആ സ്ട്രാറ്റജിയെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന പേര് പേപ്പർ ക്ലിപ്പ് സ്ട്രാറ്റജി എന്നാണ്. ഈ പേപ്പർ ക്ലിപ്പ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും ഞാൻ രാവിലെ എൻ്റെ ഓഫീസിലേക്ക് എത്തുമ്പോൾ തീരുമാനിക്കും, ഇന്ന് ഞാൻ 120 കസ്റ്റമേഴ്സിനെ ഫോൺ ചെയ്യും. ടെലികോളിംഗ് വഴി 120 കസ്റ്റമേഴ്സുമായിട്ട് ഫോണിൽ ബന്ധപ്പെടും. എന്നിട്ട് ഞാൻ അവരെ എല്ലാം ഞാൻ ഈ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യും. പക്ഷേ ആ 120 ആളുകളെ ഫോൺ ചെയ്യുക എന്ന് പറയുന്നത്, 120 ആൾ പോയിട്ട് 20 ആളെ ഫോൺ ചെയ്യാൻ പോലും നമ്മുടെയൊക്കെ നാട്ടിലെ ടെലികോളേഴ്സിന് ഭയങ്കര മടിയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു മുഷ്ടിലുണ്ടാകും. പക്ഷേ ഞാൻ തീരുമാനിക്കും, എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ ഇന്ന് 120 ആളെ വിളിച്ച് സംസാരിച്ചിരിക്കും, ഞാൻ തീരുമാനിക്കും. എല്ലാ ദിവസവും ഞാനത് ചെയ്തിരിക്കും. ഞാൻ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം, എൻ്റെ മേശപ്പുറത്ത് 2 ജാറുകളുണ്ടായിരിക്കും. ഒരു ജാറ് നിറയെ പേപ്പർ ക്ലിപ്പുകളായിരിക്കും. പേപ്പർ ക്ലിപ്പ് അറിയാമല്ലോ, നമ്മൾ ഈ കുറേ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ക്ലിപ്പിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കാറില്ലേ, അതാണ് പേപ്പർ ക്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പേപ്പർ ക്ലിപ്പ്, ഞാൻ ഒരു ജാറ് നിറച്ചും പേപ്പർ ക്ലിപ്പായിരിക്കും, മറ്റേ ജാറ് എംപ്റ്റി ആയിരിക്കും. എന്നിട്ട് ഞാൻ ഈ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് അന്ന് വിളിക്കേണ്ട കസ്റ്റമേഴ്സിനൊക്കെ ഓരോരുത്തരായിട്ട് വിളിക്കും, ഫോണിൽ വിളിക്കും. ഓരോ കസ്റ്റമറെ വിളിച്ച് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ജാറിൽ നിന്ന് ഒരു പേപ്പർ ക്ലിപ്പ് എടുത്തിട്ട് മറ്റേ ജാറിലേക്ക് ഇടും. അപ്പോൾ എന്താവും, ഓരോ കസ്റ്റമറും വിളിച്ച് തീരുന്ന മുറയ്ക്ക് അപ്പുറത്തെ ഒരു ജാറ് എണ്ണം കുറഞ്ഞു വരും, പേപ്പർ ക്ലിപ്പിൻ്റെ എണ്ണം കുറഞ്ഞു വരും, മറ്റേ ജാറിൽ പേപ്പർ ക്ലിപ്പിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേ വരും. ആ കാഴ്ച എന്നെ വല്ലാണ്ട് ഹരം കൊള്ളിക്കാറുണ്ട്. ഇദ്ദേഹം പറയുന്ന വാക്കുകളാണ്. ഓക്കെ, ഈ നിറഞ്ഞു നിൽക്കുന്ന ജാറിലെ അളവ് കുറഞ്ഞു വരികയും ശൂന്യമായി കിടന്ന ജാറിലെ പേപ്പർ ക്ലിപ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയും ചെയ്യുന്ന ആ ഒരു ദൃശ്യം എന്നെ ഒരുപാട് പ്രചോദിപ്പിക്കും, ഇനിയും വിളിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വിളിച്ച് ആ ബാങ്കിൻ്റെ പ്രൊഡക്റ്റുകൾ പരമാവധി വിറ്റ് അങ്ങനെ കോടീശ്വരനായതിനു ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, സ്വന്തമായ ബാങ്ക് തുടങ്ങിയത്. ഇത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഈ വിഷ്വൽ പ്രോഗ്രസ് എന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു പ്രോഗ്രസ് നമുക്ക് തന്നെ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കതൊരു പ്രചോദനമാകും. നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ആ കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ഇനി ടയർലെസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ടയർലെസ്ലി ചെയ്തുകൊണ്ടേയിരിക്കാൻ നമുക്ക് ആ വർക്കൗട്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ്, ഫൈൻഡ് യുവർ ഇക്കിഗായ്. ഫൈൻഡ് യുവർ ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ ഇതൊരു ജാപ്പനീസ് ടെക്നിക്കാണ്. ഇക്കിഗായ് എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പേർപ്പസ് എന്ന് പറയും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് ചെയ്ത് തീർക്കാൻ ഒരു പ്രത്യേക ഒരു എനർജി ആയിരിക്കും, ഒരു പ്രത്യേക ഒരു ഊർജ്ജമായിരിക്കും, അല്ലേ? ഒരു കാര്യം എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാതെ ചെയ്യുന്നതും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലം, അതുകൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം പ്രയോജനം ലഭിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. റിസൾട്ട് വളരെ എന്താ പറയുക, ഡ്രമാറ്റിക് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സ്പൊണൻഷ്യൽ റിസൾട്ടായിരിക്കും വരിക. കാരണം നമുക്കതിൻ്റെ പർപ്പസ് അറിയാം, അല്ലേ? ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനൊന്നും കൂടി ഒന്ന് ശാക്തീകരിക്കാം ഈ ഒരു ആശയത്തിന്. അതായത്, ഒരാളിനെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. അവിടെ 2 പേര് നിന്ന് കല്ലുടയ്ക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരാൾ വളരെ കഷ്ടപ്പെട്ട് ആണ് ആ പണി ചെയ്യുന്നത്, മറ്റാൾ വളരെ ആസ്വദിച്ചുകൊണ്ടും. അതായത് നല്ല വെയിലുള്ള സമയത്താണ്, പൊരി വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്, സൂര്യൻ അതിൻ്റെ അതിതീക്ഷ്ണതയോട് കൂടി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ പാവം മനുഷ്യർ 2 പേരും താഴെ നിന്നുകൊണ്ട് ഒരു കല്ല് അടിച്ച് ഉടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് വേറെ കൗതുകം, ഇത്രയും പൊരിഞ്ഞ വെയിലത്താണല്ലോ അവർ പണിയെടുക്കുന്നത്. ഇദ്ദേഹം പോയിട്ട് ആദ്യത്തെ ആളോട് പോയി ചോദിച്ചു, സുഹൃത്തേ, നിങ്ങൾ ഇത്രയും പൊരി വെയിലത്തിട്ടാണ് ഈ പണി ചെയ്യുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലേ, പ്രയാസം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, ഉണ്ട് സഹോദര, തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സങ്കടമുണ്ട്, പ്രയാസമുണ്ട്, ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളുണ്ട്. ഈ നശിച്ച് കിടന്ന പണി എന്ന് തീരുന്നോ അന്നേ എനിക്കിതൊന്നും ഒരു മോക്ഷമുള്ളൂ, അതുവരെ ഞാൻ ഇങ്ങനെ പ്രയാസപ്പെടേണ്ടി വരും, എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ നീരസം പ്രകടിപ്പിക്കുകയാണ്. ഓക്കെ,
ഇത് കേട്ടതിന് ശേഷം ഈ വ്യക്തി നേരെ എന്ത് ചെയ്യാണ്, അപ്പുറത്താളത്തേക്ക് പോവുകയാണ്. അവിടെ വേറൊരാൾ നിന്നുകൊണ്ട് മുഖത്തൊരു പുഞ്ചിരിയുമായി കൊണ്ട് ഇതിനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളും നല്ല വെയിലത്താണ്, പൂരി വെയിലത്താണ് അയാളും പണിയെടുക്കുന്നത്. പക്ഷേ അയാൾ വലിയ നീരസൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, ഹലോ സുഹൃത്തേ, നിങ്ങൾ ഇത്രയും കൊടും ചൂടത്തിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്, താങ്കൾക്ക് ക്ഷീണം തോന്നുന്നില്ലേ, തളർച്ച അനുഭവപ്പെടുന്നില്ലേ ചോദിക്കുകയാണ്. ഉടനെ തന്നെ അയാൾ പറയുന്ന മറുപടി ഇതാണ്, ശരിയാണ്, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഈ വെയിൽ എന്നെ ശാരീരികമായിട്ട് തളർത്തുന്നുണ്ട്. പക്ഷേ നാളെ ഇവിടെ ഒരു ദേവാലയം ഉയർന്നു വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം എനിക്ക് കൂടി കിട്ടുമല്ലോ. ഈ ഒരു ദേവാലയത്തിൻ്റെ ഇവിടെ പണിതുയർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നാളെ ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ്, ആ ഒരു സന്തോഷം എനിക്കും കൂടി കിട്ടുമല്ലോ, അവരുടെ ഒരു അനുഗ്രഹാശിസുകൾ എനിക്കും കൂടി കിട്ടുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ആ വേദനയും പ്രയാസവും എല്ലാം അങ്ങോട്ട് പോയി കളയും. അതൊന്നും എനിക്ക് അനുഭവപ്പെടില്ല. അതിൻ്റെ ആ ഒരു സന്തോഷത്തിന് മുമ്പിൽ ഈ ഒന്നുമല്ല സുഹൃത്തെ എന്നാണ് അയാൾ പറയുന്നത്. അത് ഒന്ന് നോക്കണം, രണ്ടുപേരും ഒരേ കാര്യമാണ് ചെയ്യുന്നത്, ഒരേ സാഹചര്യങ്ങളിൽ ഒരേ കാര്യമാണ് ചെയ്യുന്നത്. പക്ഷേ ഒരാൾക്ക് അത് ഏറ്റവും അസഹ്യമായി തോന്നുന്നു, അതൊരു നശിച്ച കെട്ടിടമായിട്ടാണ് തോന്നുന്നത്. നേരെ മറിച്ച് അപരനോ അത് വലിയൊരു അനുഗ്രഹമായിട്ടും അതൊരു വളരെ എന്താ പറയുക, വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിച്ചുകൊണ്ട് ആണ് അയാൾ ആ ജോലി ചെയ്യുന്നത്. ആ ജോലി ചെയ്യാൻ സാധിച്ചത് ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് അയാൾ കാണുന്നത്. എന്തുകൊണ്ടാണ്? ആദ്യത്തെ ആൾക്ക് അത് എന്ത് കെട്ടിടമാണെന്ന് അയാൾക്കറിയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു നശിച്ച കെട്ടിടമാണ്. പക്ഷേ രണ്ടാമത്തെ ആൾക്ക് അത് എന്ത് കെട്ടിടമാണെന്ന് അയാൾക്ക് അറിയാം. എന്തിനു വേണ്ടിയാണ് താൻ ആ പണി എടുക്കുന്നതെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ ഒരു ദേവാലയമാണ് ഉയരാൻ പോകുന്നത്. നാളെ അവിടെ നിന്ന് പ്രാർത്ഥനാഗീതികളാണ് ഉയരാൻ പോകുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ദൈവിക ചൈതന്യം കളിയാടുമ്പോൾ ആ ഒരു ഉദ്യമത്തിന് പിന്നിൽ തൻ്റെയും കൂടി കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു മേൽവിലാസം അവിടെ കൊത്തിവെക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾക്കതവിടെ ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇക്കിഗായ്, എന്തൊരു കാര്യത്തിനും നമുക്കൊരു പേർപ്പസ് ഉണ്ടാവും. ആ പേർപ്പസ് എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു തീർക്കാൻ വളരെ എളുപ്പമായിരിക്കും, നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1972 അന്ന് ജോൺ എഫ് കെന്നഡിയാണ് അമേരിക്കൻ്റെ പ്രസിഡൻറ്റ്. അപ്പോൾ അവിടെ നാസയിൽ കൊണ്ടുപിടിച്ച ഗവേഷണങ്ങളും പരിശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ. എങ്ങനെയാണ് മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കുക, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്താണ് ജോൺ എഫ് കെന്നഡി നാസയുടെ ഓഫീസ് സന്ദർശിക്കുന്നത്. അദ്ദേഹം അവിടെ വന്നിട്ട് അവിടെയുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും കണ്ടിട്ട് അവരോടൊക്കെ സംസാരിച്ച് 2 വാക്ക് സ്നേഹത്തോടെ പറഞ്ഞ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം തീരുമാനിച്ച പോലെ അദ്ദേഹം വരുന്നു, അവിടെയുള്ള എല്ലാ കാര്യപ്പെട്ട ഓഫീസർമാരെയും എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും കാണുന്നു, സയൻറ്റിസ്റ്റുകളൊക്കെ കണ്ട് സംസാരിച്ച് അവരോടൊക്കെ ഒന്ന് മോട്ടിവേഷൻ പകർന്നു കൊടുത്തിട്ട് ഒന്ന് കൈ കൊടുത്ത് സംസാരിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് അദ്ദേഹം കാണുന്നത് ഒരു പ്രായമുള്ള സ്ത്രീ അവിടെ നിന്നുകൊണ്ട് ആ ഓഫീസിൻ്റെ നിലം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊരു മോപ്പൊക്കെ വെച്ചുകൊണ്ട് ആ ഓഫീസിൻ്റെ ഫ്ലോർ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്വീപ്പറാണ്, അവിടുത്തെ അടിച്ചുതളി ജോലി ചെയ്യുന്ന സ്ത്രീയാണ് ആ സ്ത്രീ. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഈ പ്രസിഡന്റ് പോയി ചോദിക്കുകയാണ്, ഹേ ലേഡി, വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു മറുപടിയാണ്. അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഐ ആം ഹെൽപ്പിംഗ് ടു സെൻഡ് ദ മാൻ ടു ദ മൂൺ. ഞാൻ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഇത് ഞെട്ടിപ്പോയി. അവരെന്താ ചെയ്തത്? അവിടെ നിലം തുടക്കുകയാണ്. അപ്പോൾ ഞാൻ നിലം തുടക്കുകയാണെന്നോ, ഞാൻ തറ വൃത്തിയാക്കുകയാണെന്നോ അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് എന്താണ്? ഞാൻ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ നോക്കി, എത്ര ഉന്നതമായ ഒരു ചിന്തയാണെന്ന് നോക്കിയേ. അവർ തൻ്റെ ജോലിയെ അത്രമാത്രം അഭിമാനത്തോടും ആസ്വാദനത്തോടും കൂടിയാണ് അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അവർ അത്ര ഉയർന്ന ചിന്താഗതിയാണ് അവർക്കുള്ളത്. തൻ്റെ ജോലി ഒട്ടും കുറഞ്ഞതല്ല. ആ മേലെ AC റൂമിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്ന അതേ ജോലി, അതിനേക്കാളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ജോലിയാണ് താൻ ചെയ്യുന്ന ഈ ജോലിയും. ഞാൻ ഇങ്ങനെ ഈ തറയും നിലവും ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നത് കൊണ്ടാണ് ഈ അകത്തിരിക്കുന്ന ആളുകൾക്ക്
ഇത്രയും സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് സുഖമായിട്ട് ഇരുന്നിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള അവരുടെ ആ ഒരു ആത്മബോധമാണ്, അല്ലെങ്കിൽ ആത്മാഭിമാനമാണ് ആ ഒരു മറുപടിക്ക് പിന്നിലുള്ള പ്രചോദനം. അപ്പോൾ തന്നെ ഈ അമേരിക്കൻ പ്രസിഡന്റ് വരെ അവരെ നോക്കിയിട്ട് സല്യൂട്ട് ചെയ്തു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ളത്. അത്രയും നല്ല മറുപടി ആയിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും നമ്മൾ നിസ്സാരമാക്കി കാണാതെ അതിൻ്റെ പിന്നിലുള്ള മഹത്തായ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലികളൊന്നും നമുക്കൊരു വലിയ ബേർഡനായി തോന്നില്ല. നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. അത് അങ്ങേയറ്റം പെർഫെക്ഷനോടെ സന്തോഷപൂർവ്വം അഭിമാനത്തോടെ നമുക്ക് ചെയ്തു തീർക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഈ സ്ത്രീ എങ്ങനെയാണോ ആ ഓഫീസിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയത്, എന്നിട്ട് അതിലേക്കുള്ള തൻ്റെ കോൺട്രിബ്യൂഷനായി കണ്ടുകൊണ്ട് തൻ്റെ ജോലിയെ അവർ സന്തോഷപൂർവ്വം ചെയ്തത്, അതുപോലെ നമുക്കും ചെയ്യാൻ പറ്റണം. അപ്പം നിങ്ങൾ എന്ത് ടാസ്ക് ചെയ്യുമ്പോഴും, എത്ര മെനക്കെട്ട ടാസ്ക് ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്താണ്, അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കോ മറ്റുള്ളവർക്കോ ലഭിക്കാൻ പോകുന്നത്, അതിലേക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ജോലി ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങളെല്ലാവരും മുന്നാബായി MBBS സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. സഞ്ജയ് ദത്തൊക്കെ അഭിനയിച്ച സിനിമ. നിങ്ങൾ രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്ത സിനിമയാണ്. വിനോദ് ചോപ്രയുടെ നിർമ്മാണം. ഓക്കെ, വളരെ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് ഒരു കാലത്തെ. അപ്പോൾ ആ സിനിമയിൽ ഒരു രംഗമുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രംഗമാണ്. അപ്പോൾ നമ്മുടെ ഒരു ഹോസ്പിറ്റലാണ് രംഗം. ആ ഹോസ്പിറ്റലിൽ ഒരു തൂപ്പുകാരൻ നിലം തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്, മോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിലം തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. അയാളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് തുടയ്ക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ ചവിട്ടി നടന്ന് പോകുമ്പോൾ അത് വീണ്ടും ചെളിയാവുകയാണ്. അപ്പോൾ അയാൾ അവരെയും തന്നെയും പ്രാഗിക്കൊണ്ടാണ് പിന്നെ ജോലി ചെയ്തത്. എന്തൊരു കഷ്ടപ്പെടാൻ നോക്കിയ നാശം പിടിച്ച ജോലി, ഞാൻ തുടച്ച് വെക്കാനും ബാക്കി ചവിട്ടിയിട്ട് പോകാനും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ എന്തൊരു കാര്യം അവിടെ ഉള്ളത്. നിങ്ങൾക്കൊക്കെ കുറച്ച് മനസ്സാക്ഷി ഇല്ലേ? എന്തൊരു ഗതികേടാണ് എൻ്റെ ഗതികേട് നോക്കിയേ, മറ്റുള്ളവരുടെ ചണ്ടയും ചവറും തുടയ്ക്കാനാണ് എൻ്റെ ഒരു വിധി എന്നൊക്കെ പറഞ്ഞ് സ്വയം പഴിച്ചുകൊണ്ട് അയാളിങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം. ആ സമയത്ത് സഞ്ജയ് ദത്തിൻ്റെ നായക കഥാപാത്രം അയാളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയിട്ട് അയാളോട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, സാർ യു ആർ സോ ഗ്രേറ്റ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇയാളിനെ അന്തം വിട്ട് നോക്കുകയാണ്. എന്ത് സുഖം പറയണം? സാർ, നിങ്ങളുടെ ജോലിയാണ് ഈ ലോകത്തെ ഏറ്റവും മഹത്തരമായ ജോലി. ഈ ആശുപത്രിയിലെ ഡോക്ടർമാരെക്കാളും നഴ്സുമാരെക്കാളും ശ്രേഷ്ഠമായ ജോലി ചെയ്യുന്നത് താങ്കളാണെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ അയാൾ അന്തം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത്, ഈ തറ തുറക്കുന്ന ജോലിയോ? ഇതാണോ ഏറ്റവും ശ്രേഷ്ഠമായ ജോലി? എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, താങ്കളുടെ ജോലിയാണ് ഏറ്റവും മഹത്തരമായ ജോലി. ഇവിടെയുള്ള ഡോക്ടർമാരെക്കാളും ഒക്കെ ശ്രേഷ്ഠമായ പദവി അർഹിക്കുന്നത് താങ്കളാണ്. അതെന്താ അങ്ങനെ നോക്കുമ്പോൾ പറയാണ്, ഇവിടെയുള്ള ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ആളുകൾക്ക് അസുഖം വന്നതിന് ശേഷമാണ് ചികിത്സിക്കുന്നത്. പക്ഷേ താങ്കൾ മാത്രമാണ് അസുഖം വരുന്നതിന് മുമ്പേ അത് ചികിത്സിച്ച് അതിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നത്. താങ്കളിങ്ങനെ കൃത്യമായി ഈ നിലം തുടച്ച് വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ രോഗാണുക്കൾ പകരാത്തത്. അങ്ങനെ രോഗാണുക്കൾ പകരാത്തത് കൊണ്ടാണ് ഇവിടെ ആർക്കും അസുഖങ്ങൾ വരാത്തത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ താങ്കളാണ് ഡോക്ടർമാരെക്കാളും വലിയ ഡോക്ടർ. താങ്കളുടെ ഈ ജോലിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജോലി എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് കേട്ടപാടെ അയാളുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഇയാളെ കെട്ടിപ്പിടിച്ച് ഒന്ന് ഏറ്റവും മുഖത്തൊരു അഭിമാനം എന്നറിയണം, സ്വത്വബോധം. അയാൾ എൻ്റെ ജോലിയും അത്ര മോശപ്പെട്ട ജോലിയൊന്നുമല്ല, ഞാനും ഒരു നല്ലൊരു തൊഴിൽ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ അയാൾക്ക് ഉണ്ടാവുകയും അയാൾ വളരെയധികം എനർജിയോടുകൂടി ആ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാവുകയും അങ്ങോട്ട് പിന്നെ അത് ചെയ്ത് തുടങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അയാൾക്ക് പുതിയൊരു കാഴ്ചപ്പാട്, അയാളുടെ ആ ചെയ്യുന്ന തൊഴിലിനോടുള്ള കാഴ്ചപ്പാട് മാറുകയും അയാൾ വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ആ ജോലി ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു പേർപ്പസ്. എന്തിനു വേണ്ടി? വൈ ഐ ആം ഡൂയിങ് ദിസ്? ഞാനിത് ചെയ്തതുകൊണ്ട് എനിക്കും എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കും മറ്റ് സഹജീവികൾക്കും സമൂഹത്തിനും എന്ത് ഗുണമാണ് ലഭിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷിച്ച് കണ്ടെത്തി അത് സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ടാസ്ക് ചെയ്താൽ പിന്നെ നമുക്കതൊരിക്കലും എന്ത് ചെയ്യില്ല, ഒരു പ്രയാസമുള്ളൊരു ജോലിയായിട്ട് അനുഭവപ്പെടില്ല. നമുക്കത് സന്തോഷപൂർവ്വം ചെയ്തു തീർക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാട്ട് യു ലവ്, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്ത് വർക്കിനാണ് നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് നിങ്ങൾ സ്നേഹിക്കാൻ സാധിക്കുന്നു എന്നതിനപ്പുറത്തായിട്ട് എന്താണ്, വാട്ട് യു ആർ ഗുഡ് അറ്റ്, നിങ്ങൾ ഏത് കാര്യത്തിനാണ് നിങ്ങൾ പ്രാപ്തനായിരിക്കുന്നത്, എന്താണ്, ഏതൊരു കലയിലാണ്, ഏതൊരു പ്രവൃത്തിയിലാണ് നിങ്ങൾ
ഒരു പ്രാവീണ്യമുള്ള ആളായിരിക്കണം എന്നുള്ളതും നിങ്ങൾ ആലോചിക്കണം. അതിനുള്ള നിങ്ങൾക്ക് സ്നേഹം വേണം, അല്ലെങ്കിൽ പ്രാവീണ്യം വേണം. അത് ഈ ലോകത്തിന് ആവശ്യവും ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഈ ലോകത്തിന് ഗുണമുള്ള കാര്യവുമായിരിക്കണം. അവരതിനെ പേ ചെയ്യാനും തയ്യാറാവണം. അവരൊരു പേയ്മെൻറ്റ് കിട്ടാനും അവർ തയ്യാറായിരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഈ ഒരുപാട് വായിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനും ഇതുപോലെ ക്ലാസ്സുകളൊക്കെ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഐ ലവ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, മാത്രമല്ല ഞാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളതും എന്താണ് ഈ കാര്യത്തിലാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് കഴിവുള്ള കാര്യങ്ങൾ എന്താണ്? ഈ ഗവേഷണവും ഈ സംസാരവും ഒക്കെയാണ് എനിക്ക് ഏറ്റവും കഴിവുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് എടുക്കുന്നു. അതേസമയം ജനങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്. ഞാൻ ഈ കൊടുക്കുന്ന കോണ്ടൻറ്റുകൾ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം ഇതുപോലുള്ള മോട്ടിവേഷണൽ ക്ലാസ്സുകളും മറ്റു വിവരങ്ങളൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ്? അതിന് ഡിമാൻഡും ഉണ്ട്. മാത്രമല്ല അതിന് പേയ്മെൻറ്റ് തരാൻ അവർ റെഡിയുമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ ഈ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് അടച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 4 ഘടകങ്ങളോട് ചേർന്ന ഒരു കാര്യം അതാണ് നിങ്ങളുടെ ഇക്കിഗായ്. ഇത് എവിടെ സ്ഥലത്ത് നിങ്ങളുടെ പാഷൻ, മിഷൻ, പ്രൊഫഷൻ ആൻഡ് വൊക്കേഷൻ, ഇത് 4 കൂടെ എവിടെയാണോ സന്ധിക്കുന്നത് അതിൻ്റെ ആ സംഗമ സ്ഥാനമാണ് നിങ്ങളുടെ ഇക്കിഗായ്. അത് കണ്ടെത്തിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. നെക്സ്റ്റ് മുഡ എന്നാണ് പറയുന്നത്. മുഡ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ടെക്നിക്ക് തന്നെയാണ്. അപ്പോൾ ഈ ജാപ്പനീസ് ടെക്നിക്ക് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ടെക്നിക്കിൻ്റെ ഒരു ആകത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അമിതമായിട്ട് കൂടുതലുണ്ടാവാൻ പാടില്ല. എന്ത് കാര്യവും നമ്മളൊരു ജോലി ചെയ്യാൻ എന്താണോ കാര്യങ്ങൾ ആവശ്യമുള്ളത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു കുട്ടി IAS പഠിക്കുകയാണെന്ന് വിചാരിക്കുക. IAS എക്സാമിന്, സിവിൽ സർവീസ് എക്സാമിന് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ്, ലോകത്ത് കിട്ടാവുന്ന മെറ്റീരിയൽസ് മൊത്തം വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തില്ല, ആ പഠിത്തം രസകരമാക്കി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താണ്? ഒരുപാട് പഠിക്കാണ്ടല്ലോ എന്നുള്ള തോന്നൽ അവൻ്റെ ആ ഒരു പ്രൊഡക്ടിവിറ്റിയെ നശിപ്പിക്കും. അതേസമയം അവൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് എന്താണോ അത് വെച്ചുകൊണ്ട് ആദ്യം പഠിക്കുക. അത് മൊത്തം പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം അടുത്ത മെറ്റീരിയൽസിലേക്ക് പോവുക. അതും കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത മെറ്റീരിയൽസിലേക്ക് പോവുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് അയാൾക്ക് ഏറ്റവും നന്നായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു റിസോഴ്സസും ഉണ്ടാകാൻ പാടില്ല, എക്സസ് ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് ജാപ്പനീസ് ടെക്നോളജിയിൽ മുഡ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജാപ്പനീസ് ട്രെയിനറെ കൊണ്ടുവന്നു. അദ്ദേഹം വന്ന് വലിയൊരു മോട്ടിവേഷണൽ ക്ലാസ്സൊക്കെ എടുക്കുന്നതാണ് അവിടുത്തെ സ്റ്റാഫുകളും മാനേജ്മെൻറ്റും ഒക്കെ പ്രതീക്ഷിച്ചത്. അവിടെ കോൺഫറൻസ് ഹാളൊക്കെ വളരെ പ്രൗഢമായിട്ട് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വന്ന വ്യക്തി എന്ത് ചെയ്തില്ല, നേരെ കോൺഫറൻസ് ഹാളിലേക്ക് കയറി ക്ലാസ് എടുക്കുകയല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇതിൻ്റെ ഹോട്ടലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യും. ഓക്കെ, നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെയാണ് നിങ്ങൾക്കുള്ള പരിശീലനം, അല്ലാണ്ട് ഈ കോൺഫറൻസ് ഹാളിലെ AC റൂമിൽ നിന്നിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ ഒരു പോകുമ്പോൾ ഇവർ ആദ്യം കാണുന്നത് ബേസ്മെൻറ്റിലുള്ള ഒരു ഇരുട്ട് മുറിയാണ്. ആ മുറി പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുണ്ട റൂം. ആ റൂമിൽ കുറേ സോഫയും ടേബിളും പിന്നെ ഫ്ലവർ വേസും AC ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു ഗസ്റ്റ് റൂമാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഗസ്റ്റ് റൂം, ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനെ നമ്മൾ ഇവിടെ കൊണ്ടിരുത്താറുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ കുറച്ചുകൂടി നല്ലൊരു കാറ്റും വെളിച്ചമുള്ള വേറൊരു റൂം. ആ റൂമിലേക്ക് പോകുന്നു. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, കുറേ വാഷിംഗ് മെഷീനൊക്കെ വെച്ചുകൊണ്ട് അവിടെ ലോണ്ട്രി പ്രവർത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതും ചോദിക്കുകയാണെങ്കിൽ ലോണ്ട്രി ആണോ നോക്കണം, അതേന്ന് അറിയണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ 3 കാര്യം ഞങ്ങളവിടെ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ലോണ്ട്രി താഴോട്ട് ബേസ്മെൻറ്റിലോട്ട് പോകണം. ഓക്കെ, എന്നിട്ട് ഗസ്റ്റ് റൂം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം, ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ചോദിക്കുന്നത് അതെന്തിനാണ് സാർ അങ്ങനെ നോക്കിയോ? നോക്കൂ, ആ ഇരുണ്ട മുറി ലോണ്ട്രിക്ക് ദാറ്റ്സ് ഇനഫ് ഫോർ ദി ലോണ്ട്രി. അതേസമയം ഈ നല്ല കാറ്റും വെളിച്ചമുള്ള ഈ റൂം, ഇവിടെ നോക്കിയാൽ മനോഹരമായ പുറം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്, നല്ല കാറ്റ് വരുന്നുണ്ട്, നല്ല വെളിച്ചം കടന്നു വരുന്നുണ്ട്. ഈ റൂമാണ് ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് ഇരുണ്ട ഒരു റൂമല്ല അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. നമ്മൾ എന്തും അതിനോട് യുക്തമായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ഈ റൂം ഗസ്റ്റ് റൂമാക്കി മാറ്റണം. അവിടെയുള്ള ഫർണിച്ചറും സോഫയും എല്ലാം ഇങ്ങോട്ട് മാറ്റണം. അതുപോലെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ താഴത്തോട്ട് മാറ്റിയിട്ട് അങ്ങോട്ടും കൊണ്ടും ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ മാനേജർ പറഞ്ഞു, ഓക്കെ സാർ, ഞാൻ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു. നോ, ഡു ഇറ്റ് നൗ. ഇപ്പോൾ സമയം ഏതാണ്ട് 10 മണി. നമ്മൾ 12:30 മണിക്ക് ലഞ്ചിന് മീറ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ഷിഫ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ബാക്കി ക്ലാസ് അതിന് ശേഷം എന്ന് പറഞ്ഞു. അപ്പോൾ മാനേജർ എന്ത് ചെയ്തു, ആൾക്കാരെ വിളിച്ചുകൊണ്ട് വേഗം ആ ഷിഫ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു.
അങ്ങനെ ഒരു ഡൈനിങ്ങിന് വേണ്ടിയിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മീറ്റ് ചെയ്തു. ഏകദേശം 12:30 മണി 1 മണിൻ്റെ ഉള്ളിലായിട്ട് അവരവിടെ റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പറയണത് എനിക്ക് നിങ്ങളുടെ കിച്ചൺ ഒന്ന് കാണുന്നവരാണ്. അപ്പോൾ കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു സിങ്കിൽ കുറേ പ്ലേറ്റുകൾ കഴുകാതെ, ആളുകൾ ഭക്ഷണം കഴിച്ച് പോയ പ്ലേറ്റുകൾ കഴുകാതെ ഇനി വൃത്തിയാക്കാണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇദ്ദേഹം ചോദിക്കുകയാണ്, എന്താ ഇത്രയധികം പ്ലേറ്റുകൾ കഴുകാതെ വെച്ചേക്കണേ ചോദിക്കുകയാണ്. ഉടനെ തന്നെ മാനേജർ പറയാണ്, അത് സാർ, അത് കുഴപ്പമില്ല സാർ, ഇവിടെ ഒരുപാട് പ്ലേറ്റുകളുണ്ട്, അതുകൊണ്ട് ഇത് കഴുകിയെങ്കിലും കുഴപ്പമില്ല. ഇവിടെ എത്ര ടേബിളുണ്ടോ അതിൻ്റെ 3 ഇരട്ടി പ്ലേറ്റുകളുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും പ്ലേറ്റുകൾ പിന്നെ മുട്ട് വരില്ല, അതുകൊണ്ട് അത് ഉടനെ കഴുകിയെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ്. ഉടനെ ഇയാൾ പറയാണ്, ഓക്കെ, ഇവിടെ ഒരു സമയം മൊത്തം എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും എന്ന് ചോദിച്ചു. സാർ, ഈ ഹോട്ടലിൽ ഒരു സമയം, ഈ റെസ്റ്റോറൻറ്റിൽ ഒരു സമയം മൊത്തം ഒരു 50 പേർക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, എങ്കിൽ 50 പ്ലേറ്റ് മാത്രം ഇവിടെ വെക്കുക, ബാക്കിയുള്ള പ്ലേറ്റുകൾ, എക്സസ് പ്ലേറ്റുകൾ ഒരു പെട്ടിയിലാക്കി എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതെന്താ സാർ എന്ന് പറഞ്ഞു. പറയുന്നത് ചെയ്യൂ, 50 പ്ലേറ്റ് ഇവിടെ ഒരു സമയം എത്ര പേർക്കാണോ ആഹാരം കഴിക്കാൻ പറ്റുക അതിനാവശ്യമായിട്ടുള്ള പ്ലേറ്റുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു കാർട്ടൺ ബോക്സിലാക്കിയിട്ട് എന്നെ ഏൽപ്പിക്കണം. അത് നമ്മുടെ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. കാരണം ഇവിടെ പ്ലേറ്റുകൾ അധികമാണെന്നുള്ള തോന്നൽ കൊണ്ടാണ് നിങ്ങളിത് സമയാസമയം ഇത് വൃത്തിയാക്കാത്തത്. പ്ലേറ്റുകൾ കൃത്യം എണ്ണം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ഓരോ ആൾ കഴിച്ചു പോകുമ്പോഴും വേഗം വേഗം വൃത്തിയാക്കി അടുത്ത ആൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കി വയ്ക്കും. ഇവിടെ എക്സസ് ആയാൽ എന്തും ആപത്താണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ എക്സസ് പ്ലേറ്റിലൊക്കെ മാറ്റണം എന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുക്കുകയാണ്. അതുപ്രകാരം ആ മാനേജർ ചെയ്യണം. സാർ, ഞാനത് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം. നോ ഡു ഇറ്റ് നൗ എന്ന് പറയുന്നത്, ഇപ്പം ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. എല്ലാം അതാത് യുക്തമായ സ്ഥലത്ത് വേണം വയ്ക്കാൻ. ഫോർ എക്സാമ്പിൾ, ആ റൂമിൻ്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾ നല്ല കാറ്റും വെളിച്ചമുള്ള റൂം എന്തിനു വേണം, വിസിറ്റിംഗ് റൂമായിട്ട് ഉപയോഗിക്കണം. അതേസമയം കാറ്റും വെളിച്ചും കുറവുള്ള റൂം ലോണ്ടറി ആയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെ എവിടെ വെക്കണോ അതാണ് അങ്ങനെ തന്നെ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് എൻ്റെ ഒരു ശരിയായ രീതി. ഇതാണ് 1ാമത്തെ പാഠം. സാർ, അപ്പോൾ 2ാമത്തെ പാഠമോ, ഒന്നും എക്സസ് ആയിരിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ട് റിസോഴ്സസ് എക്സസ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും, നമ്മൾ മടിയന്മാരാവും, നമ്മൾ ചെയ്യേണ്ട ജോലികൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് പകരം എന്ത് ചെയ്യണം, ആവശ്യമുള്ള റിസോഴ്സസ് മാത്രമേ നമ്മളെ കയ്യിൽ വെക്കാൻ പാടുള്ളൂ. അത് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത കൂടുതൽ റിസോഴ്സിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറയുകയാണ്. ഓക്കെ സാർ, ഇനി 3ാമത്തെ പാഠം എന്താണ്? 3ാമത്തെ പാഠമാണ് ഞാൻ കഴിഞ്ഞ 2 വട്ടവും പറഞ്ഞത്, ഡു ഇറ്റ് നൗ. എന്ത് കാര്യവും അത് നിങ്ങൾ നാളത്തേക്ക് വെക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ പിന്നത്തേക്ക് വെക്കരുത്, നിങ്ങൾ ഉടനെ ചെയ്ത് തീർക്കുക. ഡു ഇറ്റ് നൗ, ഇമ്മീഡിയറ്റ്ലി. ഞാൻ ചെയ്തോളാം സാർ, ഓക്കെ സാർ, ഞാൻ പിന്നെ സമയം കിട്ടുമ്പോൾ ചെയ്തോളാം എന്നതിന് പകരമായിട്ട് ഡു ഇറ്റ് നൗ ആൻഡ് ഡു ഇറ്റ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. ഇതാണ് മുഡ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇതും ഒരു ജാപ്പനീസ് ടെക്നോളജിയാണ്. ഓക്കെ, മുഡ, റെഡ്യൂസ് വേസ്റ്റ്, അൺഈവൻനെസ്. മുറി എന്ന് പറഞ്ഞാൽ അൺഈവൻനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ മുറികളുടെ കാര്യങ്ങളിലുണ്ടായ ഒരു സംശയം. അതുപോലെ മുറ, ഓവർ ബേർഡൻ. അതുപോലെ ഈ എക്സസ് പ്ലേറ്റുകൾ നമുക്ക് എപ്പോഴും ഒരു ഓവർ ബേർഡനായി മാറും. അത് ഒരിക്കലും സംഭവിക്കരുത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ മുഡ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. ഇത്രയും ഈ 3 കാര്യങ്ങൾ, മുഡ, മുറ ആൻഡ് മുറി, ഈ 3 കാര്യങ്ങളും കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ അവിടെ ആ വർക്ക് ഫ്ലോ കറക്റ്റായിരിക്കും. അപ്പോൾ വേസ്റ്റേജ് ഉണ്ടാവില്ല, പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. നെക്സ്റ്റ് കൈസൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, അത് നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ഇമ്പ്രൂവ്മെൻ്റ് ആണ്. നമ്മൾ ഒരു കാര്യവും 100% പെർഫെക്ഷനോട് കൂടി നമുക്ക് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ലെവലിൽ തുടങ്ങുക, ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഇന്നലത്തെ നമ്മളായിരിക്കരുത് നമ്മൾ നാളെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അതിനെയാണ് നമ്മൾ കൈസൻ എന്ന് വിളിക്കുന്നത്. അതായത് കണ്ടിന്യൂസ്ലി നമ്മൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു നല്ല കാര്യം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു വായനാശീലം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു 10 പേജ് വായിച്ചു, നാളെ നിങ്ങൾ അതൊരു 1 പേജ് കൂട്ടി വായിക്കാൻ ശ്രമിക്കുക, 11 പേജ്, മറ്റന്നാൾ 12 പേജ്, അതിനടുത്ത ദിവസം 13 പേജ്. അങ്ങനെ വായിച്ച് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ബുക്ക് വായിച്ച് തീർക്കാവുന്ന അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ടാവും. ആ ബുക്കിൻ്റെ ഒരു കനമനുസരിച്ച് നിങ്ങൾ 1-2 ദിവസം കൊണ്ട് ഒരു ബുക്ക് വായിച്ച് തീർക്കാവുന്ന അവസ്ഥയ്ക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. പക്ഷേ അതിന് എന്ത് വേണം, നിങ്ങൾ സ്ലോ ആയിട്ട് വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ, അല്ലാണ്ട് ഒറ്റയടിക്ക് കൊണ്ടുപോകരുത്. ഒരു കുപ്പി മദ്യം ഒരു ദിവസം കുടിച്ചു തീർക്കുന്ന ഒരാളോട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ മുതൽ നമ്മൾ മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലി
ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എന്ത് വേണം, അത് വളരെ സമയമെടുത്ത് ഒരു കുപ്പി എന്നുള്ളത് ഒരു 3/4 കുപ്പി ആദ്യം ആക്കി, 3/4 എന്നുള്ളത് പിന്നെ അരയാക്കി, അര എന്നുള്ളത് കാലാക്കി, പിന്നെ ഒരു ചെറിയ ഒരു കവിളാക്കി, അതിന് ശേഷം തീരെ കുടിക്കാത്തൊരവസ്ഥയ്ക്ക് ഗ്രാജുവലി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കുകയുള്ളൂ, അത് തീർച്ചയായിട്ടും നല്ലൊരു ശീലമാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതും ഇമ്പ്രൂവ്മെൻ്റ് ആണ്, ചീത്ത കാര്യങ്ങൾ കുറഞ്ഞ് ചെയ്യുന്നതും ഇമ്പ്രൂവ്മെൻ്റ് ആണ്. രണ്ടും ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഗുണങ്ങളെ കൂട്ടിക്കൊണ്ടേ വരണം, ചീത്ത ഗുണങ്ങളെ കുറച്ചുകൊണ്ടേ വരണം. അപ്പോഴാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കൈസൻ എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു കമ്പനി ആണെങ്കിൽ പോലും അവരുടെ പ്രൊഡക്ഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. എല്ലാ ദിവസവും ഒരേപോലെ ആവാണ്ട് സ്ലോ ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഓരോ തവണ ഓരോ ബാച്ചിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും അയാളുടെ പഠന ശൈലിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. ഒരു നല്ലൊരു ട്രെയിനർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ, സ്പീച്ചുകളിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. ഒരേ ക്ലാസ് എല്ലാ സ്ഥലത്തും പോയിട്ട് അവതരിപ്പിക്കാണ്ട് അത് ഒന്ന് പൊടി തട്ടിയെടുത്ത് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവൈസ് ചെയ്തിട്ട് കൂടുതൽ കോണ്ടൻറ്റൊക്കെ ചേർത്തിട്ട് അടുത്തടുത്ത സ്ഥലങ്ങളിൽ പോയിട്ട് അദ്ദേഹം ക്ലാസ് എടുക്കുക. അങ്ങനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, സ്വയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിനെയാണ് കൈസൻ എന്ന് പറയുന്നത്. ഇതൊരു ജാപ്പനീസ് ടെക്നിക്കാണ്. നെക്സ്റ്റ് ഹരാഹാച്ചിബു എന്ന് പറയുന്നതും ജാപ്പനീസ് ടെക്നിക്ക് തന്നെയാണ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരിക്കലും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഫുൾ വയറ് കഴിക്കരുത്. ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ കഴുത്തിൻ്റെ മുകളിലേക്ക് ഭക്ഷണം വന്നിട്ടുണ്ടാവും, അത്രയും കഴിക്കുന്നുണ്ടാവും. അങ്ങനെ കഴിക്കരുത്. നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 80% നിറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വയറ് 80% നിറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ ഉടനെ കഴിക്കുന്നത് നിർത്തണം എന്നാണ് പറയുന്നത്. നമ്മുടെ വയറ് ഫുൾ ടൈം നിറഞ്ഞു കിടന്നാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ വളരെ ഫാസ്റ്റായി നടക്കും. നമുക്ക് ക്ഷീണം സംഭവിക്കും. അങ്ങനെ ക്ഷീണം സംഭവിക്കുമ്പോൾ നമുക്ക് ഒബസിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഈ ഉറക്കം തോന്നും, ഭയങ്കര ക്ഷീണം തോന്നും, തളർച്ച അനുഭവപ്പെടും ഒക്കെ ചെയ്യും. നമ്മൾ ഉച്ചയ്ക്ക് പോലും നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് ഭക്ഷണം വാരി വലിച്ച് മൂക്കുമുട്ട കഴിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ടയർഡ്നെസ് തോന്നും, അല്ലെ, ഗിഡിനെസ് തോന്നും, ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് തോന്നും. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഓഫീസിലൊക്കെ വന്നിട്ടൊക്കെ ഉറങ്ങി തൂങ്ങാൻ കണ്ടില്ലേ, ക്ലാസ് റൂമിലൊക്കെ നിന്നാണ്ട് കുട്ടികൾ ഉറങ്ങി തൂങ്ങും. കാരണം എന്താ, അവർ എക്സസ് ആയിട്ട് കഴിച്ചുകൊണ്ടാണ്. അതേസമയം ആ വിശപ്പ്, ഉച്ച നേരത്തെ ആ ഒരു വിശപ്പ് ഒന്ന് അടങ്ങി കിട്ടാനുള്ള മാത്രം ഭക്ഷണം ഒന്ന് കഴിക്കുക. അത് കഴിച്ച് ആ വിശപ്പ് ഒന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം അത് അവിടെ വെച്ച് നിർത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു എക്സോഷൻ നമുക്കൊരിക്കലും അനുഭവപ്പെടില്ല. നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റും. നമ്മുടെ പണികളൊന്നും അഫക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ നോക്കാൻ പറ്റും. ഉറക്കം വരില്ല, നമ്മുടെ ജോലികൾ മുടങ്ങില്ല, കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ക്ലാസ്സിൽ ഉറക്കം തൂങ്ങിയിരിക്കേണ്ട അവസ്ഥ വരില്ല. വളരെ ഫ്രഷ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് ഹരാഹാച്ചിബു എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ 80% നമ്മുടെ വയറിൻ്റെ 80% കഴിക്കുക. വിശപ്പ് അടങ്ങിയെന്ന് തോന്നുമ്പോൾ കഴിപ്പ് നിർത്തുക. നെക്സ്റ്റ് ഷൊഷിൻ എന്ന് പറയുന്നതാണ് അടുത്ത ടെക്നിക്ക്. ഷൊഷിൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ഷൊഷിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ജോലി ചെയ്യുമ്പോഴും നമുക്ക് അത് നമ്മുടെ ആദ്യമായി ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. നമ്മൾ ഒരു കാര്യം നമ്മൾ ആദ്യമായി ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടും കൃത്യമായിട്ടും ചെയ്യുമോ, എത്രത്തോളം സൂക്ഷിച്ച് ചെയ്യുമോ, അതേ സൂക്ഷ്മതയോടെ നമ്മൾ ഓരോ തവണയും ആ ജോലി ചെയ്യണം. ഓക്കെ, ഒരു ബിഗിനർ മൈൻഡ് സെറ്റ്, ഞാനൊരു ബിഗിനറാണ്, ഞാനൊരു തുടക്കക്കാരനാണെന്നൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഏത് ജോലിയും ചെയ്യുക. അതാണ് ഷൊഷിൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കമൽഹാസനോട് ഒരിക്കലും ഒരു പത്രപ്രവർത്തകർ ചോദിച്ചു, സാറേ, താങ്കളുടെ ഓരോ സിനിമയും ഇങ്ങനെ മഹത്തരമാകുന്നത് എങ്ങനെയാണ്? താങ്കളുടെ ഓരോ ക്യാരക്ടറും അവിസ്മരണീയമാക്കാൻ താങ്കൾക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അപ്പോൾ കമൽഹാസൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാൻ എൻ്റെ ഓരോ സിനിമയെയും സമീപിക്കുന്നത് ഒരു തുടക്കക്കാരൻ്റെ മനസ്സോടു കൂടിയാണ്, ഒരു ബിഗിനർ എന്ന രീതിയിലാണ്. ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഈ സിനിമയിൽ ഞാൻ നന്നായി പെർഫോം ചെയ്ത് നല്ല അഭിപ്രായം നേടിയെടുത്താൽ മാത്രമേ എനിക്ക് അടുത്ത സിനിമ കിട്ടുള്ളൂ. ഇതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ എനിക്ക് ഇനിയും കൂടുതൽ അവസരങ്ങൾ കൈവരികയുള്ളൂ എന്നുള്ളൊരു ചിന്തയോട് കൂടിയാണ് ഞാനിവിടെ എൻ്റെ ഓരോ സിനിമയും ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? കമൽഹാസനെ പോലെ എത്രയോ 200-ലധികം പടങ്ങളിലൊക്കെ അഭിനയിച്ചൊരു വ്യക്തിയാണിത് പറയുന്നത് കൂടി നമ്മൾ ആലോചിക്കണം. അദ്ദേഹം ഓരോ സിനിമയും ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹം 8ാമത്തെ വയസ്സ് മുതലെങ്ങാണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്.
പക്ഷേ അദ്ദേഹം ഇന്നും എന്തുണ്ട് സിനിമയിൽ സജീവമായി നിൽക്കുന്നുണ്ട്. കാരണം എന്താണ്, ഓരോ സിനിമയിൽ അഭിനയിക്കുമ്പോഴും അദ്ദേഹം അതേ ഒരു സൂക്ഷ്മതയോട് കൂടിയിട്ട് ഇതെൻ്റെ ഫസ്റ്റ് ഫിലിമാണ് എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, അങ്ങേയറ്റം ഒരു തുടക്കക്കാരൻ്റെ ആ ഒരു അവധാനത, ആ ഒരു കെയർഫുൾനെസ് എല്ലാം വെച്ചുകൊണ്ട് ആ ഒരു ആത്മസമർപ്പണം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാനൊരു വലിയ ആക്ടറാണ്, ഞാൻ ഓൾറെഡി എല്ലാം തെളിയിച്ച ആളാണ് എന്നൊക്കെയുള്ള ഒരു ജാട വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തേക്ക് കാഴ്ചവെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കമൽഹാസൻ എന്ന് പറഞ്ഞ നടനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. സെയിം ചോദ്യം എന്ത് ചെയ്തു, ഒരിക്കൽ വേറൊരു പത്രപ്രവർത്തകൻ രജനീകാന്തിനോട് ചോദിച്ചു, സാറേ താങ്കളുടെ ഓരോ സിനിമയ്ക്കും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എന്താണ്, താങ്കൾ ഓരോ ക്യാരക്ടറിനും വേണ്ടി ചെയ്യുന്ന മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ രജനീകാന്ത് പറഞ്ഞ മറുപടി നേരത്തെ കമൽഹാസൻ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഓരോ സിനിമയും എൻ്റെ അവസാന സിനിമയാണ് എന്നൊരു ചിന്തയോട് കൂടിയാണ് ചെയ്യാറുള്ളത്. ഇതെൻ്റെ അവസാനത്തെ സിനിമയാണ്, ഓക്കെ, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ഇത് കുളമായി കഴിഞ്ഞാൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി. എൻ്റെ ഈ ലാസ്റ്റ് സിനിമ ഇത് നല്ല സിനിമയായി കഴിഞ്ഞാൽ ആളുകൾ എന്നും എക്കാലത്തും എന്നെ ഓർക്കുന്നത് എന്തായിരിക്കും, ആ നല്ല സിനിമയുടെ പേരിലായിരിക്കും എന്നെ ഓർക്കുന്നുണ്ടാവുക. ഇത് മോശമായാലോ എൻ്റെ പേര് ചീത്തയാകും, പിന്നെ ആളുകളൊക്കെ എന്നെ ഓർക്കുന്നത് ഈ മോശം സിനിമയുടെ പേരിലായിരിക്കും. അങ്ങനെ സംഭവിക്കരുത് എന്നുള്ള ചിന്തയോട് കൂടി ഞാൻ എന്ത് ചെയ്യും, ഓരോ സിനിമയും കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരാൾ ഒരു ബിഗിനർ മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് തൻ്റെ പ്രൊഫഷനെ കാണുന്നത്, മറ്റാളാണെങ്കിലും നേരെ ഓപ്പോസിറ്റ്. രണ്ടും ശരിയാണ്, ഇതൊന്നും മോശമൊന്നുമല്ല, രണ്ടാളുടെ കാഴ്ചപ്പാടും ശരി തന്നെയാണ്. രണ്ടാൾക്കും അവരുടെ ആ ഒരു പോളിസി കറക്റ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. അത് വാബി സാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പെർഫെക്ഷനിസ്റ്റ് ആവരുത്. ഒരു കാര്യത്തിൽ നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ഒരിക്കലും ആവരുത്. നിങ്ങൾ ചെയ്ത് തുടങ്ങുക, പതുക്കെ അതിനെ ഇമ്പ്രൂവ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരിക. അല്ലാണ്ട് എല്ലാം തികഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അത് ചെയ്യൂ എന്ന് ചിന്തിക്കരുത്.